ജീവനുള്ളത് അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അത് അബ്രഹാമിനെ പറ്റിയുള്ള പദ്ധതിയാ. അത് ദൂതന്മാര് പറയാ, സോദോമിലോട്ട് പോകുന്നതിന് മുമ്പ് പറയാ, അബ്രഹാമേ നീ ഒരു വലിയ ജാതിയാവും, നിന്റെ തലമുറയിലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടല്ലോ. പിന്നെ അടുത്തത്, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവന്റെ മക്കളിൽ കൂടെ നാട്ടിൽ, ദേശത്ത്, ലോകത്ത് നടക്കേണ്ട പദ്ധതി നിവൃത്തിയാകാൻ അപ്പനൊരു കടപ്പാടുണ്ട്. എന്തുവാ? അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തു. കൽപ്പിക്കേണ്ടതിന് മക്കളോടും കൊച്ചുമക്കളോടും ദൈവത്തിന്റെ വ്യവസ്ഥിതി കൽപ്പിക്കേണ്ടതിന് അപ്പനെ ഞാൻ തെരഞ്ഞെടുത്തെന്ന്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അവര് എന്താ പറഞ്ഞത്, വളർന്നു വരിക. ഞാൻ ഈ പിള്ളേരെ പറ്റി കാണുന്ന ഒരർത്ഥം പറഞ്ഞാൽ എനിക്ക് ഇവരോട് വലിയ സിമ്പതിയുണ്ട്. കാരണം എന്ന് പറയാം, നമ്മളൊക്കെ ഇവരെ ചർച്ചയിൽ കിട്ടുന്ന സമയം എത്ര? 2 മണിക്കൂർ അല്ലേ? ആഴ്ച ഒരു സൺഡേ സർവീസ് കിട്ടും, പിന്നെന്ത് കിട്ടും? സൺഡേ സ്കൂൾ യൂത്തും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. സൺഡേ സ്കൂളൊക്കെ കുറേ ഹെഡ് നോളജ് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അബ്രഹാം, യോസേപ്പ്, യാക്കോബ് കുറേ ഹെഡ് നോളജ് കിട്ടും. അതിലുപരി വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പുറത്തോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിൽ സുനാമി പോലെ ആ ഈവിള് കയറുന്നു, ഇടിച്ചു കയറുന്നു. ഇവരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ തിന്മകളുടെ ശക്തി ഇടിച്ചു കയറുക. നെറ്റിൽ കൂടെ കയറുക, മൊബൈലിൽ കൂടെ കയറുക, ഫ്രണ്ട്സിൽ കൂടെ കയറുക, ടീച്ചറിൽ കൂടെ കയറുക. എല്ലായിടത്തോടും ഇവരുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ അകത്തേക്ക് ഈവിളും മാത്രം കയറുന്ന ഒരു വല്ലാത്ത ദുഷ്ട ലോകത്തിലെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു. അമ്മ ഈ സുനാമിയെ മുഴുവൻ അടിച്ച് കളയണം പുറത്ത്, എന്നിട്ട് അവരെ ഇന്നർമാനെ പണിതെടുക്കണം. ഒരു ഭയങ്കര ബാറ്റിൽ പീരീഡിലാണ് ഇവര്. നമ്മളത് ആത്മാവിൽ സെൻസ് ചെയ്യണം. ഞാൻ എന്തുകൊണ്ട് ഈ പറഞ്ഞു ചോദിച്ചാൽ പറയാം. വലിയൊരു 2 സാധനമുണ്ട്. ഒന്ന്, നാവിനൊരു ചെറിയ കഴി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വർത്താനം പറഞ്ഞു തരുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് വലിയൊരു മെഡിക്കൽ കോളേജ്, രണ്ടാമത് ഇന്ത്യയിലെ 8ാമത്തെ പൊസിഷൻ ആണ് ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, BIT എന്ന് പറയും. എൻ്റെ 8ാമത്തെ പൊസിഷനാണ്. 10-30,000 പിള്ളേർ താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനം. ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ പിള്ളേർ ചിലർ അവിടെ വന്നു. ഞാനവരെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വീട്ടിൽ വരെ ബൈക്ക് എടുത്തുകൊണ്ട് സൺഡേ രാവിലെ കൊണ്ടുവരും, ആഹാരം കൊടുക്കും, ആരാധന നടത്തി കൊണ്ടുകൊടുക്കും. ഇങ്ങനെയൊക്കെ ലവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്ത കുഞ്ഞുങ്ങൾ 1 വർഷം കഴിഞ്ഞ് കുഴപ്പമില്ല, 2ാം വർഷം കുഴപ്പമില്ല, 3ാം വർഷം ഫ്രണ്ട്സിൻ്റെ സർക്കിളിനകത്ത് കയറി, 4ാം വർഷം എത്തിസ്റ്റായി. അവസാനം ഈ യൂണിവേഴ്സിറ്റി വിട്ട് പോകുമ്പോൾ എന്നോടൊരു ഫോൺ കോൾ ചെയ്യാൻ മര്യാദ കാണിക്കാതെ പോയി ജോലിക്ക് പോയിട്ട് വിവാഹമായിട്ടൊരു വാക്ക് വിളിച്ച് പറയാൻ മര്യാദ കാണിക്കാതെ വണ്ണം പോയിട്ടുള്ള കേസുകളുണ്ട്. എന്തോ മനസ്സിലായി ഇതുകൊണ്ട് നിങ്ങൾക്ക്? 1 അല്ല 2 അല്ല പലത്. ഇതിൻ്റെ മീനിങ് എന്നു ചോദിച്ചാൽ, നമുക്ക് ചർച്ചയിൽ വെച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് 2 മണിക്കൂർ കിട്ടും. ബാക്കി ദിവസങ്ങൾക്ക് ഈ വെളിച്ചം ഇവരിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കിട്ടുന്നില്ല അവസരം. പക്ഷെ ഇവരിലേക്ക് തിന്മ ഡെയിലി കയറുക, നമ്മൾ അറിയുന്നില്ല. ഈ നെറ്റ് കാണും, ഇതിനകത്ത് മുഴുവൻ ലോകത്തിലെ മുഴുവൻ ചപ്പും ചവറില്ലേ. സ്തോത്രം. പിന്നെ ഈ ഫ്രണ്ട്സിൽ നിന്ന് എന്തോ കിട്ടുന്നത്, നല്ലതുപോലെ കിട്ടുന്നുണ്ടോ? ടീച്ചേഴ്സ് മുഴുവൻ വിവരക്കടല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നതിനിടയ്ക്ക്. നിനക്ക് ആണാകണേ ആകാം, പെണ്ണാകണേ ആകാം, യു ക്യാൻ ടേക്ക് ഡിസിഷൻ, വാട്ട് എ ഡർട്ട് ഈസ് ടോക്കിംഗ് ഇറ്റ് ഈസ്. അങ്ങനെയുള്ള ഡയറക്റ്റ് സ്റ്റഫുകളെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മൈൻഡ് ഇങ്ങനെ എന്ത് ചെയ്യുക, കണ്ടാമിനേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? വലിയ ബാറ്റ് ഫീൽഡിൽ അവർ നമ്മളത് സെൻസ് ചെയ്യണം. കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ ചർച്ച വരുന്നുണ്ട്. ഞാൻ കുറ്റം പറയും, ഇവിടുത്തെ എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. പൊതുവെ കോമൺ ചർച്ചിൻ്റെ കാര്യം ഞാനിപ്പോൾ സംസാരിക്കുക. ഈ കുഞ്ഞുങ്ങളെ പറ്റി ഭാരം ഉണ്ടാകാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നത്.
ഈ നമ്മുടെ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് കണക്ക് കൂട്ടി. ഞാനിത് പറയാൻ വേണ്ടി അല്ല എഴുതേക്കുന്നത്, ഞാൻ ക്ലാസ് തരാൻ വേണ്ടി തരും. എനിക്ക് ആക്ച്വലി ഒരു 4 മണിക്കൂറെങ്കിലും ടോക്ക് ചെയ്താൽ എൻ്റെ ക്ലാസ് തീരത്തുള്ളൂ. പക്ഷെ ഞാൻ എവിടെ ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുകൊണ്ട് ഞാനും ഐ ഓൾസോ സ്ട്രഗിളിങ്. അപ്പം എങ്കിലും ഈ പിള്ളേരെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഉള്ളത്തിൽ വലിയ സഹതാപം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താ പറയാൻ വന്ന പോയിന്റ്? അപ്പം എന്തിന് ഞാൻ ഒരു പോയിന്റ് വന്നുകൊണ്ടിരുന്ന നമ്മൾ ഇടയ്ക്ക് കട്ടായിപ്പോയി. സ്തോത്രം. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? 3-ാം വയസ്സ് 4-ാം വയസ്സ് തൊട്ട് ഒന്ന് ഇമാജിൻ ചെയ്യും. 3 അല്ല 4-ാം വയസ്സ് തൊട്ടേ കുഞ്ഞുങ്ങളെ സാക്ഷ്യത്തിന് നമ്മൾ എഴുന്നേൽപ്പിക്കും അല്ലേ? എല്ലാ ചർച്ചയിലെ കാര്യം പറയുന്നത്. എഴുന്നേറ്റ് നിന്നാണ്ട് കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് നിന്നു, ഒരു പാട്ട് പാടിക്കാട്ടെ, പാടി, ഒരു വാക്യം പറഞ്ഞാട്ടെ, വാക്യം പറഞ്ഞു, എല്ലാവരും കൂടെ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പറഞ്ഞു, പിന്നെ ഒരു അച്ചായം പ്രാർത്ഥിച്ചാട്ട് പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് കഴിയുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു ചിന്ത എന്തോ, എൻ്റെ കുഞ്ഞ് ചർച്ചിനകത്തങ്ങ് വളർന്നു വരുവാൻ, ദൈവത്തിലങ്ങ് ലയിച്ച് ചേരുക എന്നൊരു ചിന്തയാ. ഒന്നുമില്ല, ഇതൊരു ഷോയാ. ഇതെല്ലാം ഒരു ഒരു ഡ്രാമയാ. ഡ്രാമ എന്ന് പറഞ്ഞാൽ അകത്തോടൊന്നും കയറുന്നില്ലെന്ന്. ഇത് നമ്മൾ പറയുന്നു, എഴുന്നേൽക്കുന്നു, ഹല്ലേലൂയ പറ, ഒരു വാക്യം പറ. ഞാൻ പറഞ്ഞ അത് വലിയ ഏതാണ്ട് നേടിയെന്ന് ചിന്തിക്കലെന്ന്, അവരുടെ ഇന്നർമാനെ പണിയുന്നില്ലെന്ന്. പിന്നെന്തുവാ? സൺഡേ സ്കൂൾ എന്തുവാ? അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസെഫ്, മോശ, അവരവിടെ പോയി, അവരിവിടെ പോയി, അവർ യുദ്ധം. ഇതെല്ലാം ഒരു സ്റ്റോറിയാ. ഇതൊന്നും ഇന്നർമാനെ പണിയുന്നില്ല. ഇവിടെ കുറെ ഹെഡ് നോളജ് കിട്ടുന്നു. ക്യുസിന് കൊള്ളാം ഇതൊക്കെ. ഞാൻ കുറ്റം പറയല്ല, ക്യുസിന് കൊള്ളാം. അബ്രഹാമിനെ പറ്റി എവിടെ താമസിച്ചു? ക്യുസ്. എന്റെ കടവുളെ, ഇത് ക്യുസിനുള്ളതല്ല വചനം. ഇത് ആത്മാവിനെ പണിയാനുള്ളതാ, ഇന്നർമാനെ പണിയാനുള്ളതാ. ഞാൻ കുറ്റം പറയല്ല സൺഡേ സ്കൂളിനെ. ഇതുകൊണ്ടൊന്നും കുഞ്ഞുങ്ങൾക്ക് ഈവിളിനോട് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ ഡയറക്റ്റ് അർത്ഥം, എൻ്റെ ശുദ്ധ അർത്ഥം എടുക്കണം. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് ചിന്തിക്കരുത്. അതിൻ്റെ ശുദ്ധ അർത്ഥം എടുക്കണം. നമ്മൾ 19 വർഷം കർത്താവിൻ്റെ വേല ചെയ്തപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെയും കൂടി ഇങ്ങനെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ശുശ്രൂഷ എന്തും മാത്രം ഇഫക്റ്റ് ആകുന്നുണ്ടോ നമ്മളിത് ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പം ഞാൻ നോക്കി വന്നപ്പോൾ ഈ സൺഡേ സ്കൂൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഇന്നന്മാൻ ഒരു പരിധിയോടെ കറന്നു പറയാം, ബോണയിലെടുക്കാത്ത ഒത്തിരി പിള്ളേർ നമ്മുടെ സഭകളിലുണ്ട്. കടന്ന് പറഞ്ഞ് ക്ഷമിക്കണം, റിയൽ അതാ. ഈ ഹല്ലേലൂയ, സ്തോത്രം, പാട്ട്, വാക്യം പറയിപ്പിക്കും. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാ, അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ലതാ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ യൂത്ത് എന്തുവാ? ഇവിടുത്തെ യൂത്ത് എനിക്കറിയത്തില്ല. കോമൺ യൂത്ത് പറയാ, വാക്യം മത്സരം, പാട്ട് മത്സരം, പ്രസംഗം മത്സരം. എന്തിനാ? ആ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഒതുക്കാൻ വേണ്ടി. ഇതൊരു സ്പോർട്സ് പോലെ ഉള്ളൂ. ഇതൊക്കെ കുഴപ്പമില്ല, ഞാൻ കുറ്റം പറയല്ല. ഇതിന്റെ അപ്പുറത്ത് ഈ കുഞ്ഞുങ്ങളുടെ ഇന്നർമാനെ പണിയാനായിട്ട് നമുക്കൊരു വലിയ ബേഡൻ ഉണ്ടാകണം. എങ്ങനെ ഒരു കുഞ്ഞിനെ പെറ്റെടുത്ത് വളർത്തിയെടുക്കാൻ ഒരു മാതാവ് ബേഡനാകുന്നു. അവന്റെ മൈൻഡ് വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം, അവന്റെ ബോഡി വളർത്തിയെടുക്കാൻ ഫുഡ് എന്ന പോലെ അവന്റെ ആത്മാവിനെ വളർത്തിയെടുത്ത് കർത്താവിന് സന്നി കളങ്കമില്ലാതെ നിർത്താൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനൊന്നും എതിരല്ല, പക്ഷെ ഇതൊന്നും കുഞ്ഞുങ്ങളുടെ ഇന്നർമാനെ 10% പോലും വളർത്തുന്നില്ല. ഇതാ എന്റെ പോയിന്റ്. സ്തോത്രം. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ഇതിനെ നമ്മളങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്റെ കുഞ്ഞങ്ങ് ഇതേ രീതി 12 വരെ പഠിക്കും. പിന്നെ പ്രൊഫഷണൽ വിടും. പ്രൊഫഷണൽ വിടുമ്പോ എന്തുവാ? ഈ പറഞ്ഞ ചെകുത്താന്മാരുടെ അകത്തോട്ട് ഈ കുഞ്ഞുങ്ങളെ വിടുക. കാര്യം മനസ്സിലായല്ലോ? ഏത് ചെകുത്താന്മാരുടെ ഇടയിലിട്ട് ഇന്നർമാനിൽ ഒരു 10% മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഫീഡിങ്. ആ 90% കിട്ടിയിട്ടില്ല. എന്നിട്ടാ യൂണിവേഴ്സിറ്റിയിലോട്ട് വിടുക, അല്ലെ പ്രൊഫഷനിലേക്ക് വിടുക. അവസാനം ഈ കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുന്നു, ക്രിസ്തുവിൽ വളരാൻ പറ്റുന്നില്ല, ശക്തരാകുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ ബേഡൻഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, എന്തോ അബ്രഹാമേ, നിന്റെ മേലും നിന്റെ കുഞ്ഞുങ്ങളുടെ മേലും വലിയൊരു വിളിയുണ്ട്.
അത് നടക്കണമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ മക്കളോടും പിന്നെ നിന്റെ കൊച്ചുമക്കളോട് എന്ത് ചെയ്യണം? കണ്ടോ? ഉപദേശിക്കണം. കണ്ടോ? ഇതേ ആശയം 78 സങ്കീർത്തനത്തിലും കിടപ്പുണ്ട്. മക്കളോടും കൊച്ചുമക്കളോടും ഉപദേശിക്കണം. അതുകൊണ്ട് പിന്നെ അവിടെ ഇങ്ങനെ പറയാണ്, എഫ്രൈം എന്ത് ചെയ്തു? ആയുധധാരികളാ, പക്ഷെങ്കിൽ പോർക്കളത്തിൽ പട്ടുപോയി. എന്തുകൊണ്ടാ? അതുകൂടെ വേണേ ഒന്ന് വായിച്ചോ. അതിന്റെ വേടം നിങ്ങളുടെ അകത്തൊന്ന് കയറാൻ വേണ്ടി 78 സങ്കീർത്തനത്തിന്റെ മേബി യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. എന്തുകൊണ്ടാണ്? അതിന്റെ മോളിൽ പറയുന്നുണ്ട്, അപ്പനെ അമ്മയോട് പറഞ്ഞു, പിള്ളേരോട് ഉപദേശിച്ചോണം, അവർ എന്റെ വഴി നടന്നോണം. എന്നാൽ അവർ കേട്ടില്ല. പിന്നെ പറയാണ്, അവർക്ക് ആയുധം ഉണ്ടായിരുന്നു, പക്ഷെ യുദ്ധക്കളത്തിൽ ചെന്നപ്പോൾ പരാജയപ്പെട്ടു. കാരണം എന്താ? ആയുധത്തിന്റെ കുറവല്ല, കർത്താവ് അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാ? അപ്പന് അമ്മയും തലമുറകളോട് ഉപദേശിക്കേണ്ട ന്യായപ്രമാണം ഉപദേശിച്ച് കൊടുക്കാഞ്ഞത് കൊണ്ട്, അതിന്റെ തല വാക്കുകൾ പിന്നെ വായിച്ചാൽ മതി, വായിച്ചു അത് കൊടുക്കാഞ്ഞത് കൊണ്ട് ഇവരുടെ ആയുധമുണ്ട്, ജയിക്കാനുള്ള എല്ലാം ഉണ്ട് ഔട്ട്വേർലി, ബട്ട് കർത്താവിന്റെ സാന്നിധ്യം പേറിപ്പോവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി, തോറ്റു പോകുന്നു. ഔട്ട്വേർലി എവറിഥിങ് ഈസ് ഓൾ റൈറ്റ്, ബട്ട് ഇൻവേർഡ്ലി കർത്താവിന്റെ പ്രസൻസ് ഇല്ല. ഇതൊക്കെ ഭയപ്പെടാൻ വേണ്ടി പറയാ, വേറെ ഒന്നും പറയാ, കുറ്റപ്പെടുത്തുമല്ല, ഭയപ്പെടണം. ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് സഭ തലമുറകളെ പറ്റി എനിക്ക് ഒത്തിരി ഭാരമുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ചിന്തയിലേക്ക് വരാം. പ്രൈസ് സ്ഥലം. സത്യത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഇപ്പോൾ ടോക്ക് ചെയ്യുന്നത് മുഴുവൻ നിങ്ങളുടെ ഇന്നർ മാനെ പണിയാനാണ്. ഇന്നർ മാൻ പണിതാൽ നിങ്ങളെ പിന്നെ ആരും ഉപദേശിക്കേണ്ടി പോലും ആവശ്യമില്ലെന്ന വചനം പറയുന്നത്. വായിച്ചിട്ടുണ്ടോ? വാക്യം യിരെമ്യാ 31 തൊട്ട് ഒരു 4 വാക്യം താഴോട്ടൊന്ന് വായിച്ചേ. ഇതേ വാക്യം എബ്രായർ 8 തൊട്ട് താഴോട്ട് ഇതേ വാക്യം പൗലോസ് കോട്ട് ചെയ്യുന്നുണ്ട്. ഇത് യിരെമ്യാവിൽ കൂടെ പുതിയ നിയമസഭയെ പറ്റി പറയുന്ന ഒരു നല്ല പ്രവചനമായത്. അത് യിരെമ്യാ 31 തൊട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ന്യൂ ടെസ്റ്റ്മെന്റിനെ പറ്റി അന്നേ പറയാം, BC 700 പറയാം. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല, ഞാൻ അവർക്ക് കർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. കർത്താവും സഭയുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ അവർക്ക് ഭർത്താവ്. ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഭൂമി വല്ലവരും ഉണ്ടോ? മക്കളുമില്ല, അപ്പനും അമ്മയില്ല, ആരും. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് അവന്റെ പത്നിയാകാനാ, കാന്തയാകാനാ. കർത്താവിന് നമ്മുടെ ഇടയിൽ ഭൂമിയിൽ ഒരു വ്യക്തി, ഒരു ശക്തി, ഒരു പ്രേരക ശക്തി, ഒരു ഉലയ്ക്കുന്ന ശക്തി, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ശക്തി ഇൻ ബിറ്റ്വീൻ ഇല്ല. ഇതാ കർത്താവിന്റെ മനസ്സിരിപ്പ്. പിന്നെ അടുത്തത്, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. കണ്ടോ? ഈ ദൈവമക്കൾ ഈ വെളിപ്പാടൊന്ന് മനസ്സിലാക്കണേ. പഴയ നിയമം പുതിയ നിയമങ്ങളുടെ വ്യത്യാസം എന്താ? ലോകത്തിലെ അറിവും വചനത്തിൽ കൂടുതൽ അറിവും നമ്മുടെ വ്യത്യാസം ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് വായിച്ച്, ഞാൻ എന്റെ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഭൂമിയിലെ ഏതെങ്കിലും പുസ്തകത്തിലെ നോളജ് ഹൃദയത്തിൽ എഴുതുമോ? എഴുതത്തില്ല. ബൈബിൾ എന്ന് പറഞ്ഞ ഒറ്റ പുസ്തകം. മക്കളെ, യു ഷുഡ് ഓൾസോ ലിസൺ ചിൽഡ്രൻ. The Bible is the only one book in the world which has been written by the inspiration of the Holy Spirit, not by the capacity of any education or brainy capacity or intellectual. It is totally written by the inspiration of the Holy Spirit. In such a atmosphere, Lord has lifted up his servants, then connected with the God, and God given this such a host of everlasting wisdom into the
hand of apostles. Then again Holy Spirit instructed them to write down like our epistles in the Bible. Hallelujah. So അപ്പോസ്തലന്മാരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവരെ ആ റേഞ്ചിലേക്ക് ഉയർത്തി അവരോട് പറഞ്ഞ് അവരത് എഴുതി അത് നമുക്ക് കിട്ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണ ഒരു ചെറിയ സിമ്പിൾ ഉദാഹരണം പറയാം മക്കളെ, then you understand. നമ്മുടെ അപ്പോസ്തലന്മാരുടെ ഒക്കെ എഡ്യൂക്കേഷൻ എന്തുകൊണ്ടെന്ന് അറിയാമോ? ചിൽഡ്രൻ can you say എന്തോ വരും നമ്മുടെ അപ്പോസ്തലന്മാർ? പത്രോസിന്റെ എഡ്യൂക്കേഷൻ എന്തോ കാണും. ഒന്ന് ഇമാജിൻ, വാട്ട് വാസ് ദെയർ വർക്ക്? ഫിഷർമാൻ. ഒരു ഫിഷർമാൻ എന്തോ എഡ്യൂക്കേഷൻ വരും? PhD വേണോ? ഡിഗ്രി വേണോ? 12th വേണോ? 10th വേണോ? മേ ബി 3rd class or 4th class. 1, 2, 3 എണ്ണിയാൽ മതി. അപ്പം മനസ്സിലായോ? ഈ 3 or 4 or 5th 5th ക്ലാസ് പഠിച്ച ഫിഷർമാൻ എഴുതിയ ബുക്കിനെ കുറിച്ച് ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ PhD പഠിച്ച വലിയ വലിയ കമന്ററി എഴുതി കൂട്ടും. എന്റെ കടവളെ, എന്തിനാപ്പാ PhD പഠിച്ച തിയോളജിയൻസ് ഒക്കെ ഈ 5ാം ക്ലാസ് പഠിച്ച പത്രോസിന്റെ ബുക്കിനോട് ഇത്ര കടന്നുകൊണ്ട് എന്താ പറയുന്നത് വറിയിടാകുന്നത്? ലോകപ്രായം ഇപ്പോൾ 5ാം ക്ലാസ് പഠിച്ച ഒരു പുസ്തകം എഴുതിയെന്നിരിക്കട്ടെ, ആ പുസ്തകം ആർക്കുള്ള മോനെ? If someone written a book, one who has qualified 5th class, is it okay for the 10th class? Is it okay for the uni? No, not at all. But this is what the mystery of word of God. 3ാം ക്ലാസ്സും 5ാം ക്ലാസ്സും പഠിച്ച പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എഴുതിയ ഫിഷർമാൻ എഴുതിയത് നമുക്കത് മനസ്സിലാക്കാൻ ഇവിടെ എന്ത് ചെയ്യാണ്? PhDയും MTHും ഒക്കെ പഠിച്ച തിയോളജിമാർ എഴുതി ഇങ്ങനെ കൂട്ടുക, വോളിയം ആഫ്റ്റർ വോളിയം. എന്റെ കടവളെ പത്രോസ്, നിന്റെ എഴുത്തിനകത്ത് ഇത്ര ഉണ്ടോടാ? ഇത് നിന്റെ അല്ല, മനസ്സിലായോ? ബൈബിളിന്റെ രഹസ്യം ഇവിടെ കിടക്കുന്നെന്ന്. ഒന്ന് ഇവിടുന്നല്ല, മുഴുവൻ അവിടുന്നാണ്. ആമേ, അവിടുന്ന് ഇങ്ങോട്ട്, അത് ഇങ്ങോട്ട് വന്നു. ഇതിനി നമ്മൾ മനസ്സിലാക്കണല്ലോ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കത്തില്ല. ഇത് മനസ്സിലാക്കണേ. ഏതൊരു തലത്തിൽ പത്രോസ് യോഹന്നാന് കേറി നിന്ന് ഈ കണക്ഷൻ കിട്ടിയോ ആ തലത്തിലേക്ക് നമ്മളും ആത്മാവ് കേറണം. അത്രയും കേറിയില്ലെങ്കിലും at least you have to cleanse your heart and life and get connected with him. Then open the Bible and meditate. Amen. Hallelujah. Help you to understand. മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞ പോയിന്റ് എന്താണെന്നുള്ളത്? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് ഞാൻ 5 മിനിറ്റ് കർത്താവിനെ ഒന്ന് ബ്രോക്കൺ ആകാൻ വായിച്ചാൽ ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഒന്ന് ബ്രോക്കൺ ആയി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വായിച്ചാണ്ടല്ലോ എനിക്ക് പിന്നെ ഒരധ്യായം വായിക്കാനൊക്കത്തില്ല, 10 വായിക്കാനൊക്കത്തില്ല. അതിന് ഇങ്ങനെ അതിക്കുള്ള പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓരോ വാക്യത്തിനും ടൺ കണക്കിന് വെയിറ്റ് ഐ കുഡ് ഏബിൾ ടു സെൻസ്. നമ്മളോട് പറയും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ what you have to do, rather straight away go to the word, humble your heart, cleanse your life with the revelation of the cross, sanctify, purify, correct your life, tune up your life, then simply read, open up, Holy Spirit will talk to you. That is the purpose of meditating the word of God. അല്ല സ്ട്രേറ്റ് അവേ ഒരിക്കലും ബൈബിൾ വായിക്കരുത്. ഉടനെ നമ്മൾ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധി കൊണ്ട് ഒരു കാര്യം മനസ്സിലാകത്തില്ല. മനസ്സിലായല്ലോ? സ്വോത്രം. അതാ ഇവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചു, താഴോട്ട് വായിച്ചു. അവിടെ എന്താ എഴുതി? ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വേറൊരാള് പ്രസംഗിച്ച് ഉപദേശിച്ച് എടാ മോനെ അങ്ങനല്ലടാ, ഇങ്ങനെ വേണോടാ, ഇങ്ങനല്ലടാ, അങ്ങനെ വേണോടാന്ന് പറഞ്ഞു ചില കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും ശാസിച്ച് പഠിച്ചിട്ട് നടന്നു.
അങ്ങനെ ഉപദേശിക്കണ്ട. ഓട്ടോമാറ്റിക്കലി ഇവിടെ പരിശുദ്ധാത്മാവ് പൗലോസ് അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? 2 കൊരിന്ത്യർ 3:3 പറയാണ്, പുതിയ നിയമ ശുശ്രൂഷയുടെ കാര്യം അവിടെ ഇങ്ങനെ പറയുന്നു. എന്ത് ചെയ്യുന്നു? എന്റെ വചനം അവരുടെ ഹൃദയത്തിൽ മാംസപ്പലകയിൽ എഴുതി എന്ന് പറയുകയാണ്. എടുത്തോ വാക്യം എടുത്തെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങളിൽ വെളിപ്പെടുന്നുവല്ലോ. പിന്നെ മഷി കൊണ്ടല്ല, 3:3 ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. വചനം എവിടെ എഴുതേണ്ടത്? ഇത് തന്നെ പ്രവാചകൻ പറഞ്ഞത്. ഞാൻ എന്റെ വചനം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും. ഇത് തന്നെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പറയാ, ഹൃദയമെന്ന മാംസപ്പലകയിൽ. ലോകത്തിലെ എല്ലാ ബുക്സും എവിടെ എഴുതുന്നത്? ഇവിടെ. ഏത് ബുക്സ് പഠിച്ചാലും പഠിച്ച് ഇവിടെ എഴുതും. ബൈബിൾ എന്ന് പറഞ്ഞ ഒറ്റ പുസ്തകമേ ഉള്ളൂ. ഇവിടെ അല്ല എഴുതുന്നത്, ഇവിടാണ് എഴുതുന്നത്. ഇതാരെഴുതും? നമ്മളെ സാമർഥ്യമല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എഴുതണമെങ്കിൽ our mind and heart should be connected with him. Hallelujah. 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 Amen. Hallelujah. Amen. Children understand or not? Amen. ഇവിടെ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ശബ്ദം വരും. ഇതുവഴി പോകരുത്, ഇതുവഴിയെ പോകാവൂ. ഇത് ശരിയല്ല, ഇത് വേണം. നിന്റെ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. ഇത് അകത്തുനിന്നൊരു ശബ്ദം കേൾക്കാം. അതിനവിടെ പറയുന്നത് വേറൊരാളിനും നമ്മളെ ഉപദേശിക്കേണ്ടി വരത്തില്ല. കാര്യം മനസ്സിലായല്ലോ? ഏത് ഇഷ്യൂസിൽ അവർ പോയി പെട്ടാലും അകത്തുനിന്നൊരു ശബ്ദം കേൾക്കാം. വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, അപ്സെറ്റ് ആകണ്ട. I am there to give you, take you through your hurdles. Inspiration would come from inside. That is enough. That is enough. മനസ്സിലാകുന്നുണ്ടോ? അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതണം. ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. ഞാൻ സൺഡേ സ്കൂളിനെ ചർച്ചനെ വിമർശിച്ച് നല്ല എടുക്കണം. അതിന്റെ കറക്റ്റ് അർത്ഥം എടുക്കണം. സൺഡേ സ്കൂളും നമ്മുടെ യൂത്ത് മീറ്റിംഗ് ഈസ് നോട്ട് അപ് ടു ദ മാർക്ക് to get the revelation inside, to build our inner man. Amen. Hallelujah. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സൺഡേ സ്കൂൾ ഈ യൂത്തിലും പിള്ളേർ കോമ്പറ്റീഷൻ നടത്തി, വാക്യ മത്സരവും നടത്തി, യോഗന്നാനും യാക്കോവും പൗലോസും അബ്രാസും അവിടെ പോയി ഇവിടെ പോയി കുറെ ടെക്നോളജി കിട്ടി. 12 കഴിഞ്ഞു, പിന്നെ പ്രൊഫഷണൽ കോഴ്സിന് പോവാം. അതിന് മുമ്പ് പറയും, എടാ മോനെ പഠിക്കാൻ പോകല്ലേ, അതിന് മുമ്പ് സ്നാനപ്പെട്ടിട്ട് പോകും. ശരി, എന്നെ പെട്ടേക്കപ്പ ശരി, അടുത്ത ആഴ്ച പെടുമ്പോൾ നില്ലട മോനെ, പണം എടുക്കട്ടട മോനെ, മണ്ണാങ്കട്ട ഇത് ആൾക്കാരെ കാണിക്കാനല്ല. ഇതകത്ത് വെളിപ്പാടുകളിൽ രാജാവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മഭാരത്തോടെ പറയണം, എന്റെ പപ്പ ഈ നല്ല കർത്താവിനോട് എനിക്ക് ചേരണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് അകത്തൂന്ന് ആത്മഭാരത്തോട് കുഞ്ഞുങ്ങൾ പറയണം. പറയും ഈ വെളിപ്പാട് അകത്ത് കയറിയാൽ. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാണ് നമ്മുടെ 4ാം തലമുറ ഇന്നിപ്പം നമ്മുടെ നാടുകളിലെ സഭകളിൽ അങ്കോളിനെസ് അങ്ങ് നൃത്തമാടുവാണ്. ഗ്രൂപ്പ് പക്ഷം സെക്രട്ടറി വേണമ്പോ അവിടെ ഗ്രൂപ്പ് വോട്ടിങ് ചേരി പാനൽ. എന്താ ഇതാ കാര്യം? ആക്കത്തൊന്നും ഇല്ലെന്ന്, എല്ലാം ഇവിടാണ്. മക്കള് മനസ്സിലാവുന്നുണ്ട്? പിള്ളേര് എന്തോ മനസ്സിലാവുന്നുണ്ട്? ഇവിടെ വല്ലതും വെച്ചാൽ അവനൊരു ജഡികനായിരിക്കും. 50 വർഷത്തെ പാസ്റ്റർ പക്ക ജഡികനാ. ഇവിടാണ് ആത്മാവിലാണ് ഒരുവൻ വളർന്നു വരേണ്ടത്. ഇതൊക്കെ ചപ്പാത്തി റൊട്ടി ചാവലുമായി. ഇതൊക്കെ കർത്താവിന്റെ ആത്മാവും ദൈവം സൃഷ്ടിച്ച നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ദൈവവചനവുമായി കണക്റ്റഡായി ഇവിടെ ക്രിസ്തുവിൽ വളരണം. ആക്കത്തെ വളർത്താതെ
പുറത്തെ സുഖിപ്പിച്ചും വളർത്തിയുമുള്ള ഒരു ശുശ്രൂഷയും ഒരുവനെ ഒരു ക്രിസ്തുവിൽ പക്കാക്കും അല്ല ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ആക്കി മാറ്റത്തില്ല. സ്തോത്രം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതവിടെ നിൽക്കട്ടെ, ആരും പോകുന്നില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സമയം ഉള്ളത് കൊണ്ട് ചുരുക്കി ഒരു പുളിയ പരുവത്തിന് വേഗത്തിൽ ദൈവം എൻ്റെ അകത്ത് തന്ന ചിന്തകളെല്ലാം പറഞ്ഞു തീർക്കണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഇനി പോകാൻ വന്നേ. റൈറ്റ്. അമ്മ നമ്മൾ ഇന്നലെ എന്താ ചിന്തിച്ചെന്ന് പറഞ്ഞ് 3 കാര്യം ചിന്തിച്ചു. എന്താ പറയാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇത് വചനം പറയുന്നു എന്താ? ഇത് 3 നിലനിൽക്കും. പിന്നെ ലോകത്തിലുള്ളതെല്ലാം മാറും, ഇത് 3 മാറത്തില്ല. കാരണം പറഞ്ഞു എന്താ? ഇത് നമ്മുടെ നിത്യനായ തമ്പുരാൻ നിത്യമായ ആത്മാവുമായിട്ട് നിത്യനായ ദൈവമായിട്ട് കണക്റ്റഡ് ആക്കി കർത്താവിന്റെ പ്രസൻസ് ക്യാരി ചെയ്യാനുള്ള 3 നെറ്റ്വർക്കാണ് കണക്റ്റഡ് ആയത്. സിമ്മായത്. ഈ സിമ്മില്ലാതെ എൻ്റെ മൊബൈൽ വലിയ മൊബൈലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സിമ്മില്ലാതെ തന്നെ എന്തിനു കൊള്ളണം? ഈ കണക്ടിവിറ്റി ഇല്ലാതെ ഞാൻ 30 വർഷത്തെ പാസ്റ്ററാണ്, അല്ലെ വലിയ പ്രവാചകനാണ്, സീനിയർ വിശ്വാസിയാണ്, ആർക്ക് വേണം? ജഡിയനെ. ഇവിടെ വളരാത്ത, ഇവിടെ ക്രിസ്തുവിൽ എന്താ പറയുന്നത്, മച്യൂരിറ്റി വരാത്ത ഒരുവൻ സഭയ്ക്കൊരു തലവേദനയാണ്. അതാണ് നമ്മുടെ പെന്തക്കോസ്ത് സഭകളുടെ ഒരു പരാജയം. അതാണ് ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് സഭകളുടെ വിഷയം പുറത്ത് ചാനൽ വരുന്നത്. യേശുവിനെ റിഫ്ലക്ട് ചെയ്യേണ്ട പെന്തക്കോസ്ത് സഭ ഇന്ന് കർത്താവിനെയാണോ വെളിപ്പെടുത്തുന്നത്? കർത്താവിനെ അപമാനമല്ലേ ഉണ്ടാക്കുന്നത്? ദുഃഖത്തോടെ ഇതൊക്കെ ഓർത്തു പോയ. അപ്പൊ അകത്തെ പണിയുന്ന കാര്യത്തിലാണ് ഈ ക്ലാസ് എന്നുള്ളത്. നിങ്ങൾ അകത്തിരിക്കണം. ഓക്കെ. ഇനി ഈ 3 തരത്തിൽ ഇപ്പോൾ എൻ്റെ വാത്സല്യ സഹോദരൻ പറഞ്ഞു, വിശ്വാസത്തെ 3 ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഈ വിശ്വാസം എങ്ങനെ ഉണ്ടാകും? ബ്രദർ ഒരു പോയിന്റ് പറഞ്ഞു, നിങ്ങളൊക്കെ കടഞ്ഞു വിശ്വസിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പടിയോട് ഞാൻ തുറന്നു പറയുകയാണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ കടന്ന് വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്ത് വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എളുപ്പം അതൊന്ന് ഗ്രഹിക്കാൻ നോക്കണം. എങ്ങനെ വിശ്വാസം അത് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. അതൊരു സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് അറിഞ്ഞില്ലെങ്കിൽ അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാലും പറ്റത്തില്ല, അത് നടക്കത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനൊരു കുഴപ്പമുണ്ട്. അതാണ് ഈ മനസ്സിൻ്റെ ഒരു കുഴപ്പം. വചനത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞാൽ അതിനെല്ലാം വചനത്തിന്റെ സപ്പോർട്ട് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു വാക്യം വായിച്ച് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒന്ന് വായിച്ചേ, റോമർ 8:5, 6, 7. ഒന്ന് വായിച്ചേ. അവിടെ എഴുതിയിരിക്കുക നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ട് സംസാരിക്കും. ഒന്ന് വായിച്ചേ, റോമർ 8, 5, 6, 7 വായിച്ചേ. അമ്മ എന്ത് ചെയ്തു? 2 ടൈപ്പ് ചിന്തകൾ നമ്മുടെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്തു. സഭയോട് പറയുകയാണ്, ജഡ സ്വഭാവം, ആത്മസ്വഭാവം. ഇങ്ങനെ 2 ചിന്ത നമ്മുടെ അകത്തുനിന്ന് വരും. അമ്മ ഒരുത്തനെ നിലക്ക് നിർത്തണമെങ്കിൽ ആത്മസ്വഭാവം പരിശുദ്ധാത്മാവിനെ ഇവനെ ഒതുക്കിക്കൊണ്ട് പോകണം. ഒരു കടിക്കുന്ന പട്ടി പോലെ നമ്മുടെ അകത്ത് ഒരു ജഡതലമുണ്ട്, ഒരു ആത്മതലമുണ്ട്. ഒന്ന് താഴ്ത്ത് വായിച്ചു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. കണ്ടോ എന്ത് ചെയ്തു? ഒരുവന്റെ അകത്തെ കാര്യം പറയുന്നത്. ജഡത്തിന്റെ തലം. ആ ജഡത്തിന്റെ തലം എന്താ പറയത്തുള്ളൂ? എന്താ പറയുന്നത്? മരണം. പിന്നെ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പൊ ആത്മാവിന്റെ ചിന്തയിലൂടെ പോയാൽ നല്ലത്, എന്നാൽ ജഡം ഓപ്പറേറ്റ് ചെയ്താലോ തിന്മ. പിന്നെ താഴ്ത്ത് വായിച്ച്. ജഡത്തിന് ഒരിക്കൽ പോലും കർത്താവിനോടും വചനത്തോടും യോജിക്കത്തില്ല. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? നിങ്ങൾ വിചാരിക്കാൻ രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ ഇപ്പൊ അന്യഭാഷ പറയുന്നുണ്ടല്ലോ, ഇത്ര വർഷമായ വിശ്വാസിയാണല്ലോ, അങ്ങനെ വരുമോ? വരും. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നതും കൃപി വളർന്നതൊക്കെ അവന്റെ ആത്മാവിലാണ്. എന്നാൽ
എത്ര വലിയ പാസ്റ്ററോ ഭക്തനോ വിശ്വാസിയാണെങ്കിലും അവന്റെ ജഡ മനസ്സിൽ തിന്മയുടെ വിഷം ഉൽപ്പാദിപ്പിക്കാം. ഇത് ചിലപ്പം നിങ്ങൾക്കൊരു കുറച്ച് എന്താ പറയുക ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകാം, പക്ഷെ അതാണ് ഫാക്ട്. അതിനുവേണ്ടി ബാക്കി പിന്നെ തരാം. വായിച്ചു റോമാലേഖനം 5-7 അധ്യായം 15 വായിച്ചു. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, പിന്നെ അടുത്തത് ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത പൗലോസ് പറയാണ്, ഞാൻ ഇച്ഛിക്കാത്ത പകയ്ക്കുന്നതിനെ ഞാൻ ചെയ്യുന്നു. പിന്നെ അടുത്തത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ വചനമൊക്കെ നല്ലതാ, നല്ല വചനം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ അടുത്തത് ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ലേ? പൗലോസ് നീ വലിയ അഭിഷിക്തനല്ലേ? നീ ഒത്തിരി സഭകൾ സ്ഥാപിച്ചില്ലേ? നീ ഒത്തിരി ലേഖനം എഴുതിയില്ലേ? പിന്നെന്തുകൊണ്ടാ നിന്റെ ജഡത്തിൽ പാപം വസിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അതുവരെ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചെങ്കിലും ഈ രക്ഷയും വീണ്ടെടുപ്പും മാറ്റങ്ങളെല്ലാം ആത്മാവിലാണ്. ഇത് മനസ്സിലും ജഡത്തിലും മരണം വരെ വിഷം ചീറ്റാവുന്ന ഒരു സെറ്റപ്പാണ് നമ്മുടെ ക്രിയേഷൻ. അതുകൊണ്ട് പൗലോസ് പറയാ, എനിക്ക് നന്മ ചെയ്യാനൊട്ട് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, ചെയ്യുന്നതോ തിന്മയായി പോയാണ്. പിന്നെ പറയാം, അത് ഞാനല്ല, എന്റെ ജഡത്തിൽ വസിക്കുന്ന പാപം. കണ്ടോ, പാപം വസിക്കും, ജഡത്തിൽ വസിക്കും, പാപം വസിക്കും. അങ്ങനെ ആകുമ്പോ ചിന്ത, എങ്ങനെ ഇതിനെ നിലക്ക് നിർത്താം? ആ ഭാവത്തേക്ക് നമ്മൾ ഇനി വരാൻ പോവാ. വായിക്കാം. ഇനി എബ്രായൽ താഴോട്ട് വായിച്ചാൽ പിന്നെ അതിന്റെ വിശദീകരണം കിടക്കുക, അതോടെ നിൽക്കട്ടെ. ഇനി ഗലാത്യ 5:16-17 വായിച്ചോ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആരോടാ പറഞ്ഞു? വിശ്വാസിയോട് പറയാ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ ഇത് നിവർത്തിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ സഭയിൽ ഇരിക്കുന്ന വിശ്വാസി, 30 വർഷമായ വിശ്വാസിയിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതിട്ട എന്താ വർക്ക് ചെയ്യും? ജഡത്തിന്റെ വർക്ക് ചെയ്യും. ആ ജഡത്തിൽ എന്തുണ്ട്? പാപം വസിക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? ഹല്ലേലൂയ. എന്തോ മനസ്സിലായി? വായിച്ചു, താഴോട്ട് വായിച്ചു. പിന്നെ അടുത്തത് എന്താ കേട്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളിൽ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടെന്ന്. മരണം വരെ യുദ്ധമുണ്ട് ഇവിടെ. ഇനി പൗലോസ് പറഞ്ഞ വാക്യം പിന്നെ ശ്രദ്ധിച്ചു. 2 കൊരിന്ത്യർ 10 അധ്യായം 4 വാക്യം വായിച്ചേ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, പൗലോസിനെ ഒട്ടക്കുന്ന കുറെ യഹൂദ വിശ്വാസികൾ അന്നത്തെ സഭകളിലുണ്ട്. അവര് പൗലോസിനെ വിമർശിക്കുക. നിനക്ക് പൗലോ അപ്പോസ്തലത്വം എവിടെ കിട്ടി? നീ പിന്നെ പറയാണ്, ഞങ്ങൾ യഹൂദ വിശ്വാസികളാണ്, മോശ പറഞ്ഞിട്ടുണ്ട് പരിച്ഛേദന ഇസ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വിശ്വാസിയാണെങ്കിലും പരിച്ഛേദന വളരെ മസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് പൗലോസ് പറഞ്ഞ നേരെ ഉൾട്ടാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സഭയ്ക്കകത്തെല്ലാം കയറി ഉടനെ അവരെ ഇടപെടാൻ വേണ്ടി തന്നെ പൗലോസ് ശാസനയും ഉപദേശത്തിന്റെ കറക്ഷനൊക്കെ ഗലാത്യ ലേഖനത്തിൽ നടത്തുന്നുണ്ട്, ഈ ലേഖനത്തിലും നടത്തുന്നുണ്ട്, ഇവിടെ 2-3 അധ്യായത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയം വരുമ്പോൾ പൗലോസ് പറയാ, ഞങ്ങൾക്ക് അവരോട് ഈ എന്താ പറഞ്ഞത്, പോരിന്റെ മത്സരത്തിന്റെയും വഴക്കിന്റെ ജഡത്തിന്റെ ഫൈറ്റിംഗ് ഒന്നും അവരോടില്ല. ജഡത്തിന്റെ ഫൈറ്റിംഗ് ഇല്ല. അവര് എനിക്കെതിരായിട്ട് പലതും പറയുന്നുണ്ട്, എനിക്കെതിരായിട്ട് പലതും ഇത് ചെയ്യുന്നുണ്ട്, ദൈവ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് പറയുന്നുണ്ട്. എനിക്ക് അവരോട് ഫൈറ്റിംഗ് ഒന്നുമില്ല. ജഡത്തിന്റെ ആയുധമല്ല എനിക്ക് അവരോടുള്ളത്. പിന്നെ അടുത്തത് സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും അവൻ പൗലോസിന്റെ അകത്ത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി വല്ലതും പൊങ്ങുന്നുണ്ടോ? ഇത്രയും വലിയ 14 ലേഖനം എഴുതിയ പൗലോസിന്റെ അകത്ത് വലിയ വെളിപ്പാട് കിട്ടിയ പൗലോസിനകത്ത് പൊങ്ങുമോ? പൊങ്ങും. എന്താ പൊങ്ങും? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഞങ്ങളുടെ അകത്ത് പൊങ്ങുന്ന
ചിന്തകളെ ഞങ്ങൾ ഓരോ ദിവസവും പിടിച്ച് അടക്കി ഒതുക്കുന്നത്. പൗലോസിനുവേണ്ടി പോരാട്ടം, രണ്ട് യുദ്ധം, ആത്മീയതലം, ജഡികതലം. കാര്യം മനസ്സിലായല്ലോ? താഴ്ത്തു വായിച്ചേ. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. പൗലോസ് ഭയങ്കര യുദ്ധത്തിലാ. ഏത് വിചാരത്തെയും സ്കാൻ ചെയ്യും. വചനം വെച്ചോണ്ട് ആത്മാവിനെ വെച്ചോണ്ട് സ്കാൻ ചെയ്തിട്ട് ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതിനെ ആത്മാവിൽ പിടിച്ച് അടക്കി. പിന്നെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു എന്ന് നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം മനസ്സിലായെന്നുണ്ടോ ഇല്ലയോ? ഒരു യുദ്ധക്കളമാണ് ഏതൊരു ഭക്തന്റെയും ഉള്ളത്. ഈ തിരിച്ചറിവില്ലാത്ത കാലത്തോളം നമ്മൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കരുത് ഞാൻ 10, 30, 40 വർഷമായ വിശ്വാസിയാണ്, പാസ്റ്റാണ്, ഭക്തനാണ്, പ്രാർത്ഥിക്കുന്നതിനാണ്, ഉപസിക്കുന്നതിനാണ്, അതുകൊണ്ട് എന്നിൽ തെറ്റ് വരത്തില്ല എന്ന് ചിന്തിക്കരുത്. കാരണം ആത്മാവിലെ നമ്മൾ വീണ്ടെടുത്തിട്ടുള്ളൂ. മനസ്സ് കാർണൽ, അത് കൊലോസ്യർക്ക് പറയാണ് ജഡ മനസ്സെന്നാ പറയുന്നത്. ആമേൻ. കാർണൽ മൈൻഡ് എന്നാ പറയുന്നത്. കാർണൽ മൈൻഡും കാർണൽ ബോഡിയും കൂടെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പറഞ്ഞ വാക്കാണ് ഔട്ടർ മാൻ. ഇന്നർ മാൻ നമ്മുടെ ആത്മാവും അവിടേക്ക് പരിശുദ്ധാത്മാവും ദൈവവചനം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇവിടെ വീണ്ടും തന്നെ ആത്മാവുണ്ടാക്കി നമ്മുടെ ഇന്നർ മാനെ ക്രിസ്തുവിന്റെ ചായയിൽ വളർത്തി എടുത്തെടുത്ത് മുൻപോട്ട് വരുമ്പോൾ ഇതിന് ഒടക്ക് നിൽക്കുന്ന ഔട്ടർ മാന്റെ ഫൈറ്റിംഗ് ഉണ്ട് ഡെയിലി. ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഇപ്പൊ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ചിന്ത നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പിന്നെയും മടങ്ങി വരാം. റോമാലേഖനം 1:18 തൊട്ട് ഇനി ഞാനിപ്പോ ഒരു ചെറിയ ഡിവിഷൻ പറയാൻ പോവാ. ഈ ഡിവിഷൻ നിങ്ങൾ ഒന്നും ബൈബിൾ തുറന്നു വെച്ച് നോക്കിക്കോ, പിന്നെ കുറിച്ചെടുക്കേണ്ടത് കുറിച്ചെടുത്തു. ഈ ഡിവിഷൻ നിങ്ങൾ മനസ്സിലായി ബൈബിളിൽ വെച്ച് ഏറ്റവും നമ്മുടെ ക്രിസ്ത്യൻ യാത്രയുടെ അതിപ്രധാനപ്പെട്ട യാത്ര ഓർഡറായിട്ട് എഴുതിയിരിക്കുന്ന ഏക പുസ്തകം റോമാലേഖനമാണ്. അത്ര സുന്ദരമായിട്ട് ഓർഡറായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമില്ല. ഏതാ? നമ്മുടെ ക്രിസ്തീയ യാത്ര സ്റ്റാർട്ടിങ് ടിൽ എൻഡ്. 8:18 തുടങ്ങുന്നത് 1:18 തുടങ്ങുന്നത് 8:30 ചെന്ന് അവസാനിക്കും. ഒരു വിശ്വാസിയുടെ സ്റ്റാർട്ടിങ് ടിൽ എൻഡ് എന്ന് പറഞ്ഞാൽ നിത്യ പാപത്തിന്റെ പടുകുഴി തൊട്ട് നിത്യനായ തമ്പുരാന്റെ മുമ്പിൽ വരെ എത്തുന്ന ഒരു നല്ല ക്രിസ്ത്യ യാത്രയുടെ റോഡ് മാപ്പാണ് ഇത്രയും വാക്യങ്ങൾ. ഇത് ഞാനൊന്ന് വിഭജിച്ച് തരാൻ പോരാ. ഈ വിഭജനം നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, GPS പോലെ ക്രിസ്ത്യ യാത്രയുടെ GPS ആയത്. ഇത് നല്ല ഓർഡറായിട്ട് എഴുതിയിരിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 3 ചിന്ത ഇതിനകത്ത് കിടപ്പുണ്ട്. ഏതാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് അടുക്കടുക്കാട്ട് നമ്മളെ വളർത്തിയെടുക്കുന്ന GPS ആണ്. ശരി, അതിന്റെ ഒന്നാം ഭാഗം 1:18 തൊട്ട് 3:20 വരെ അല്ലെങ്കിൽ 23 വരെ ഒരു ചിന്തയാണ്. ഒന്നുകൂടെ പറയാം. 1:18 തൊട്ട് 3:23 വരെ ഒരു ചിന്തയാണ്. എന്താ ചിന്തയെന്നറിയാമോ? ഹൗ സിൻഫുൾ വി ആർ, how hopeless we are, how wicked we are, how dirty we are, how a depraved person we are. ഇതാണ് അതിനകത്തെ ചിന്ത. സ്തോത്രം. മനസ്സിലായോ ഇല്ലയോ? ബൈബിള് ഉള്ളത് ശരിക്കും നോക്കി മനസ്സിലാക്ക. വേണം ടിക്ക് ചെയ്യാ, അല്ല എഴുതി വെക്കാം. ഇത് മനസ്സിലാക്കണം. റോമാനത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയില്ലേ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ക്രിസ്ത്യൻ ചെയ്യാൻ വലിയ പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, റൈറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ വെറും ഒരു ക്രിസ്ത്യനോളം മാത്രമേ കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അതുകൊണ്ട് ഇത് മനസ്സിലാക്കാം. ഓക്കെ, 1:18 തൊട്ട് ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടെ വിഭജിക്കാൻ പോവാ. ശരിക്കും മനസ്സിലാക്കണം. 1:18 തൊട്ട് അടുത്ത 4 വാക്യം കൊടുത്തേക്കുന്നത് ഒരു സെപ്പറേറ്റ് വിഷയമാണ്. അത് ഞാൻ പിന്നെ പറയാം. 1:18 മുതൽ ഫർദർ 4 വാക്യം കൊടുത്തേക്കുന്നത്
ഒരു വിഷയമാണ്. അത് ഞാൻ എന്താ ഞാൻ പറയാം. പിന്നെ രണ്ടാമത് അടുത്ത 4 വാക്യം കൊടുത്തിരിക്കുന്നത് വേറൊരു വിഷയമാണ്. ഓക്കെ, അടുത്ത 4 വാക്യം കൊടുത്തിരിക്കുന്നത് വേറൊരു വിഷയമാണ്. അത് 3 ഞാനിപ്പോ പറയാൻ പോവാ, ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങളുടെ മനസ്സിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ പിക്ചർ ഞാൻ ഷോർട്ട് ഫോമിൽ നിന്ന് പറഞ്ഞു തരാം. വിശദീകരിക്കാൻ സമയം പോരാ. എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾ എപ്പോഴും ക്രൂശിലേക്ക് നോക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് ക്രൂശിലേക്ക് നോക്കാൻ ഭയങ്കര പാടാണ്. പ്രൈസല്ലോ. 1:18 മുതൽ ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, 23 വരെ എന്താ ഇവിടെ പറയുന്നറിയാമോ? ഇപ്പൊ 1:18 തൊട്ട് 23 വരെ പറയാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. അവിടെ എന്താ എഴുതിയേക്കെന്നറിയാമോ? പറയാം. നമ്മളെല്ലാം ദൈവത്തെ അറിയുന്നത് ബൈബിൾ വായിച്ചിട്ടാ. എന്നാൽ ലോകം ദൈവത്തെ അറിയാൻ ഒരു ബൈബിൾ ഉണ്ട്. That is what the amazing creation of the Lord. Universe would work like a Bible. Whomever study this one, they are supposed to know a supernatural power is behind. അതിനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്ലോക്ക് എടുത്തേ. ഒരു ക്ലോക്ക് 3 നീഡിലുണ്ട്. ഈ 3 നീഡിലും 3 റേഷ്യോയിൽ റൊട്ടേറ്റ് ചെയ്യുക. അവർ, മിനിറ്റ്, സെക്കൻഡ്. ഇത് 3 റേഷ്യോയിൽ പ്രോപ്പറായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ടൈം മനസ്സിലാക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ എന്തോ മനസ്സിലാക്കണം. ഇതിനെ 3 കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ബാറ്ററി അല്ലെ പൽചക്രം ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് എഴുതി വെക്കേണ്ട ഒരു 5% കോമൺ സെൻസ് മതി. എഴുതി വെക്കണം. ഇതിന്റെ പറയും ബാറ്ററി ഉണ്ട്, അതുകൊണ്ടാ എഴുതണ്ട. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ഓർ നോട്ട്? ദ സെയിം വേ നമ്മൾ നോക്കുന്നു. സൂര്യൻ എവറി ഡേ എന്ത് ചെയ്യുന്നു? ഈസ്റ്റിൽ സൺറൈസ്, ദെൻ സൺസെറ്റ് വെസ്റ്റ്, ദെൻ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ടൈം നൈറ്റ് കിട്ടുന്നു, ഡേ കിട്ടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ടൈമിന് ക്ലൈമറ്റ് വരുന്നു. എന്തോ പറഞ്ഞത്? വിന്റർ, സമ്മർ, all the things are coming systematically. ഓക്കെ, ഇതെങ്ങനെ വരുന്നു? ഓ, ഇത് ചുമ്മാ ഇങ്ങനെ കടന്ന് കറങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം അവനൊരു വട്ടനാന്ന അർത്ഥം. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ബാറ്ററി പോലെ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണ്ട. പോടാ മതി, കുറച്ച് മതി. അന്നേരം പറയാം, അല്ലല്ല ഇത് ഇങ്ങനെ ആണെന്ന് പറഞ്ഞ അർത്ഥം ഉടനെ ഹീസ് ഇൻവൈറ്റിംഗ് ഡെവിൾ എന്നാ ഇവിടെ കൊടുത്തേക്കുന്നത്. അതാ ഇവിടെ കൊടുത്തേക്കുന്നത്. അത് വായിച്ച് നിങ്ങളെ പ്രൂഫ് ചെയ്യാൻ ടൈമില്ല. ഞാനൊന്ന് പറഞ്ഞു പോവാണ്. അത് വായിച്ച് പ്രൂഫ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇതിന്റെ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തൻ ഉണ്ടെന്ന് 100% വിശ്വസിച്ചില്ലെങ്കിൽ 10% വിശ്വസിച്ചോണമെന്നാണ് ഇവിടെ പറയുന്നത്. വിശ്വസിച്ച് എന്ത് ചെയ്യണം? ഓ, ഇതിന്റെ പുറകിൽ ഒരു ഓൾമൈറ്റി ഈസ് ദേർ, ഓംനിഷ്യന്റ് ഗോഡ് ഈസ് ദേർ എന്ന് അഡ്മിറ്റ് ചെയ്ത് അക്നോളജ് ചെയ്ത് ആ കർത്താവിനെ ഒന്ന് അറിയാനും തേടാനും ഒന്ന് അഡ്മിറ്റ് ചെയ്യാനും അഡ്മയർ ചെയ്യാനും ഒന്ന് താങ്ക്സ് ചെയ്യാനായിട്ട് ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ട് മിനിമം 10% മതി ഉണ്ടെങ്കിൽ God Almighty is ready to reveal him balance 90%. This is how this one is operating. എങ്ങനെ കാണാം? പറയാം. കർത്താവിന്റെ വേ ഓഫ് അപ്രോച്ച് എങ്ങനെയാണെന്ന് അറിയാമോ? പറയാം. എന്തോ മത്തായി 7 വായിക്കുന്നത്? അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും, പിന്നെ യാചിപ്പിൻ കിട്ടും. എന്നാൽ കർത്താവ് ആരോട് ഇടപെടുന്നത്? നമ്മളിൽ നിന്നൊരു സ്റ്റെപ്പുമാണ്. നമ്മളിൽ നിന്ന് സ്റ്റെപ്പില്ലാത്തവരോട് കർത്താവിന് സംസാരിക്കാൻ പാടാം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒരുങ്ങണം, നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം, അവന്റെ നാമം ഒന്ന് വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ കർത്താവ് വാക്ക് ഇടപെടും. ഇനി വേറൊരു വാക്യം 112 സങ്കീർത്തനം 4 വാക്യം 3 4 അവിടെ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. നേരുള്ളവർക്ക് ഇരുട്ടി കർത്താവ് വെളിച്ചു ബോധിപ്പിക്കും. അപ്പൊ ആർക്കാ വെളിച്ചു ബോധിപ്പിക്കുന്നത്? നേരുള്ളവർക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു സിൻസിയർ പരമാർത്ഥ ഹൃദയം ഉണ്ടെങ്കിൽ നീ എത്ര വലിയ കുറ്റ ഇരുട്ടിലോ എത്ര വലിയ ചെറുത്താന്റെ ഒരു ബോണ്ടേജ് പെട്ടവനാണെങ്കിലും അവന് വേണ്ടി കർത്താവ് തന്റെ വെളിച്ചം
സംഭവ കർത്താവ് കാണിച്ച് അവനെ ആ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവനെ നേരായി നടത്തും. മനസ്സിലായല്ലോ? ഇന്നിപ്പം ഇറാൻ സുവിശേഷത്തിന് ഏറ്റവും വിരോധമുള്ള രാജ്യമാണ്. അറിവ് ശരിയായിട്ടെടുത്തോളം ഏതാണ്ട് 10 ലക്ഷം ശക്തന്മാരായ വിശ്വാസികൾ അവിടെ ഉണ്ട്. അവിടെ ഒരു പാസ്റ്റർ ഇല്ല, അവിടെ ഒരു വർഷിപ്പില്ല, അവിടെ ഒരു കാത്തിരിപ്പവും ഇല്ല, അവിടെ ഒരു ബൈബിൾ സ്റ്റഡി ഇല്ല, ഒന്നുമില്ല. കർത്താവ് ഡയറക്റ്റ് വിഷയം കൊടുത്ത് കുറെ കൊണ്ടുവരുക. അതെങ്ങനെ? ഇത്രയും മതി. മിനിമം എന്തോ ഒരു സിൻസിയർ ഹാർട്ട്, ഒരു ട്രൂത്ത് സീക്കർ ഹാർട്ട്, ഒരു പരമാർത്ഥ ഹൃദയം, ഒരു സത്യം അറിയാനുള്ള ദാഹം ഉണ്ടോ? ഇതില്ല പിന്നെ എന്ത് ചെയ്യും? മക്കൾ മനസ്സിലായോ? ചിൽഡ്രൻ, ആർ യു ഫോളോയിങ് മീ? പ്രൈസ് ദി ലോർഡ്. മിനിമം വി നീഡ് വാട്ട്? എ മിനിമം courtesy to know the Lord, acknowledge the Lord, and thankful heart, grateful heart. Minimum 10%. Then he is ready to reveal himself at a larger level. ആമേൻ. അപ്പൊ അവിടെ എന്താ എഴുതിയെന്നറിയാമോ? റോമാലേഖനത്തിൽ എന്താ എഴുതിയെന്നറിയാമോ? ഇങ്ങനെ അവന്റെ മിനിമം ഇതുകൊണ്ട് കർത്താവിനെ ഒന്ന് അക്നോളജ് ചെയ്യാൻ റെഡി അല്ലാത്തോണ്ട് എന്ത് ചെയ്തു? അവന്റെ മനസ്സ് ഇരുണ്ടെന്നാ എഴുതിയിരിക്കുന്നത്. ഇരുണ്ടു. എങ്ങനെ ഇരുണ്ടു? ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെ ഇരുണ്ടു? നിങ്ങൾ ആ വാക്യം കണ്ടോ? നിങ്ങൾ വിശ്വാസം നല്ല പക്വതയുള്ള വിശ്വാസത്തിലായതുകൊണ്ട് ഞാനതൊക്കെ പിന്നെ എടുത്തെടുത്ത് വായിച്ചു പോകാത്ത കുറച്ച് സ്പീഡും വേണം നമുക്ക്. ആദ്യത്തെ 4 വാക്യത്തിൽ എന്തുണ്ട്? ഇവരിത് അറിഞ്ഞ് അക്നോളജ് ചെയ്യാത്തോണ്ട് അവരുടെ മനസ്സ് ഇരുണ്ടു. എങ്ങനെ അവരുടെ ഇരുട്ടാവുന്നറിയാമോ? പറയാം. ഇപ്പോഴത്തെ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തേ. വെളിച്ചോളടുത്ത് ലൈറ്റ് ഓഫ് ചെയ്താൽ എന്തോ പറ്റും? ഇരുട്ട് വരും. ഇരുട്ട് വരാൻ വേണ്ടി ക്ഷണിക്കുകയും വിളിക്കുകയും ബൾബും വയറിലൊന്നും വേണ്ട. ഇനി പോരുവാ. അമ്മ എവിടെ കർത്താവിന്റെ വെളിച്ചം എനിക്ക് വേണ്ട എന്ന് പറയുമോ അവിടെ ഉടനെ മിസ്റ്റർ സാത്താൻ വരും. അതാ പറഞ്ഞത്. അവന് ഒരു 10% കർത്താവിന്റെ ഇതിന്റെ പുറകിലുള്ള ആ ശക്തിയെ, ആ സ്നേഹത്തെ, ആ വിഷ്ടത്തെ ഒന്നും ഉൾക്കൊള്ളാൻ മനസ്സില്ല. ഓക്കെ, റെഡി. ഇതിനെ കർത്താവ് പറയാം, ഓക്കെ, നിനക്കൊരു 10% പോലും എന്നെ ഉൾക്കൊള്ളാൻ മനസ്സില്ലേ? ഓക്കെ, എന്നാ പിന്നെ യു ക്യാൻ ക്ലോസ്. ദെൻ ഐ വാണ്ട് ടു പുട്ട് ഡാർക്ക്നെസ് ഇൻ യുവർ ഹാർട്ട്. ദൈവം ഇടുവല്ല, കർത്താവിന്റെ വെളിച്ചം വിഡ്രോ ചെയ്യുമ്പോൾ ഇരുട്ടാൻ കയറുക. എന്താ മനസ്സിലായി? മനസ്സിലായോ ഇല്ലയോ? അതാ അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ ഹൃദയം ഇരുണ്ട് പോയി. പിന്നെ അവൻ എന്ത് ചെയ്യാ? പിന്നെ പറയാണ്, ഇതെല്ലാം ഉണ്ടാക്കിയ ആരാ? പട്ടിയാ, പൂച്ചയാ, പാമ്പ, എന്തോ വിവരക്കേടാ. ഇതാ നമ്മുടെ ഇന്ത്യയെ കാണിച്ചുകൊണ്ട് ഇതാ അവിടെ എഴുതിയിരിക്കുന്നത്. പമ്പര വിട്ടുതരോ പിന്നെ പറയത്തുള്ളൂ. എന്താ പറയുന്നത്? താഴോട്ട് പറയാണ്, മഹിമുള്ള ദൈവത്തെ അവരാരാക്കി? മനുഷ്യൻ നാൽക്കാലി ഇഴജാതിയാക്കി ഡീഗ്രഡേറ്റ് ചെയ്തു. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ഇതിന്റെ ഒരു ആത്മീയ ദൂതോടെ പറയാം. ദൈവാത്മാവ് നിങ്ങളോട് എപ്പോഴൊക്കെ അത് വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് റെവലേഷൻ, ഒരു പ്രകാശം നിങ്ങളുടെ ഹൃദയത്തെ ഇങ്ങനെ തട്ടുന്നത് കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കുക. അന്നേരം ഓ, അതെനിക്ക് എത്ര അറിയാം, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്നൊന്ന് ചിന്തിച്ചാ മതി. നമ്മളെ വെളിച്ചം തട്ടുക, ഉടനെ വെളിച്ചത്തിന് കയറി നിങ്ങളിൽ ചിലത് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് മുട്ടുകയാണ്. മുട്ടുമ്പോ എന്ത് ചെയ്യണം? യെസ് ലോർഡ്, സ്പീക്ക് ടു മീ, ഐ വാണ്ട് ടു ഹിയർ ഫ്രം യു എന്ന് പറ. ഉടനെ ആ കിട്ടുന്ന തട്ടല് വലുതായി വരും. പലപ്പോഴും നമുക്ക് വരുന്നില്ലേ? പാട്ട് പാടുമ്പോൾ, വർഷിപ്പ് ചെയ്യുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഒരു തട്ടൽ വരത്തില്ല അകത്ത്. അത് കർത്താവ് സംസാരിക്കുകയാണ്. അന്നേരം ഹിയർ ഐ ആം ലോർഡ്, സ്പീക്ക് ടു മീ എന്ന് പറ. അന്നേരം കർത്താവ് ഒരു അമേസിംഗ് രീതി നിങ്ങളുടെ വിഷയത്തിലേക്ക് കയറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ ഇല്ലയോ? ആമേൻ. ഇതാണ് ദൈവം ഇടപെടുന്ന പോയിന്റാ പറഞ്ഞത്. അന്നേരം നമ്മളെ ഈസി ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്താൽ ദൈവത്തിന്റെ വെളിച്ചത്തെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണ്. അന്നേരം മനസ്സിരുളും പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വചനം വായിച്ചോട്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയാ, നീ ആ കാര്യം വിട്, അല്ലെങ്കിൽ ഇന്നാരോട് സെറ്റിലാക്, അല്ലെ ഇന്നാരോട് ക്ഷമ ചോദിക്ക്, അല്ലെ നീ അതങ്ങ് മറക്ക്, നീ അല്ലെ അതൊന്ന് ഓർക്കാതിരിക്ക് എന്ന് പറയും. അല്ലല്ലല്ല, എനിക്ക് മറക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ കർത്താവിന്റെ വെളിച്ചത്തെ നമ്മൾ തടയുമ്പോ പിന്നെ ഹൃദയം എന്ത് ചെയ്യാണ്? പണ്ട് 1% ദേഷ്യം വന്നെങ്കിൽ 10% ദേഷ്യം വരും. എന്തുകൊണ്ടാ? നമ്മളെ വെളിച്ചത്തെ
കർത്താവ് വന്ന് മുട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു നോ 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 ഐ കാനോട്ട് ഫോർഗെറ്റ്. പറഞ്ഞാൽ മതി, ചിന്തിച്ചാൽ മതി, പറയണ്ട. ഉടനെ ഇരുട്ടിന്റെ ഡബിൾ കയറും. പിന്നെ എന്താവും? ആ ദേഷ്യം പിന്നെ പകയാവും, വിദ്വേഷാവും. അത് പിന്നെ ആയുസ് മറക്കാത്തോളം നിങ്ങളുടെ അകത്ത് കയറി അത് ഒരു സാത്താന്റെ ചങ്ങലയായി മാറും. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ശത്രുവിനെ സ്നേഹിപ്പി, എന്താ പറയുന്നത്, പ്രാർത്ഥിപ്പി, അനുഗ്രഹിപ്പി എന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ല? പറയാം, ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് പലർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ട് നമ്മൾ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം? പറയാം. ഒരാളെങ്ങനെ ശത്രുവാകുന്നത് അത് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ ശത്രുവാകുന്നത്? ഒരു ചെറിയ സ്റ്റാർട്ടിങ്ങാ. ചിലപ്പോൾ ഒരു സഹോദരൻ അല്ലെ ഒരു സഹോദരി നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒന്ന് കൈ തന്നില്ല, അല്ലെങ്കിൽ ഒന്ന് അബദ്ധത്തിൽ പുള്ളിക്കാരനെ പറഞ്ഞപ്പോൾ ഏതാണ്ടോ ചിലപ്പോൾ നമ്മളിന്ന് കൊച്ചാക്കി പറഞ്ഞു. ആഹാ, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, ആഹാ, അതന്നേ ഞാൻ ചിന്തിച്ച ഇന്നാർക്ക് എന്നോട് കുറച്ചുണ്ട്. അത് അവൻ്റെ വർത്തമാനത്തിൽ കേട്ട് ഞാൻ ഒന്ന് ചെറിയൊരു മുറിവാണ്. അന്നേരം അതിനെ ആത്മാവിൽ വചനത്താൽ ഹീല് ചെയ്യാതിട്ട് അതങ്ങനെ അങ്ങോട്ട് പോയാൽ നാളെ ആ വീണ്ടും വലുതായി പിന്നെ ഞാൻ നോക്കുക അവളിൽ ആ സോരി വല്ലോ എന്നെ പറ്റി കുറച്ചുകൂടെ പറയുന്നു നോക്കി പിന്നെ ഉടനെ സ്കാനിങ് ഇനി എനിക്കെതിരായിട്ട് വല്ലവും പറയുന്നുണ്ട്, പറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഉടനെ 1-ാം ദിവസം അത് ഹീൽ ചെയ്തില്ല, 2-ാം ദിവസം ആ വൂണ്ട് വലുതായിട്ട് ആദ്യം ഒരു പെയിൻ വന്നു, പിന്നെ അത് ദണ്ഡമായി, പിന്നെ അത് 4-ാം ദിവസം പകയായി. അതോടെ എന്ത് ചെയ്യാം? നമ്മളങ്ങ് വെൽക്കം ചെയ്യുക. അതിനെ വെൽക്കം ചെയ്യുക, അകത്തോട്ട് കയറാൻ പറയാ. ചെറുത്താനെ കയറിക്കോ അകത്തോട്ട്, പകട്ട് കയറിക്കോ. അന്നേരം നമ്മളതിനെ ഓക്കെ യെസ് പോരട്ടെ. അങ്ങനെ നമ്മളങ്ങ് ഇമാജിൻ ചെയ്ത് കൂട്ടിട്ട് പിന്നെ മനസ്സിൽ വരുന്നുണ്ട് അറിയാം, അതൊക്കെ എന്തെങ്കിലും കിട്ടിയിരുന്നത് നല്ലതാണ്, നമുക്കോ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കും ഒരു ഘട്ടം വന്ന ആ സൗകര്യം. ഞാൻ അപ്പോഴേ ചിന്തിച്ച കർത്താവ് നീതി ചെയ്യുമെന്ന് എനിക്കറിയാം. അത് കർത്താവ് ചെയ്തു. ഉള്ളിൽ അങ്ങ് ആനന്ദിക്കുക. ഉടനെ അടുത്ത അഭിഷേകം. ഇതൊക്കെ നടക്കുന്നത് ഇങ്ങനെ ശത്രു കയറുന്നത് മനസ്സിലായോ? അതുകൊണ്ട് ശത്രുവിന്റെ ഓരെൻട്രിക്ക് നമ്മുടെ ഉള്ളിൽ കൊടുക്കരുത്. കാരണം വചനം എന്ത് പറയുന്നു? സദൃശ 5:22 അവിടെ എഴുതിയേക്കുന്നത് എന്തോ? പറഞ്ഞു, എന്താ എഴുതിക്കുന്നത്? സദൃശ 5:22 എന്താ എഴുതിയേക്കുന്നത്? പാപത്തിനൊരു കയറുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. കയറ്. പാപപാശം. മക്കളെ, children, you can read in your language also. Proverbs 5:22. Read. His own iniquities entrap the wicked man, and he is caught in the cords of sin. എന്ത് ചെയ്തു? ഒരു പാപത്തെ നമ്മൾ ഹാർബർ ചെയ്താൽ അതൊരു ചെയിനായിട്ട് നിങ്ങളെ ഹുക്ക് ചെയ്യുന്നു. ചെയിൻ, റോപ്പ് ആയിട്ട് ഹുക്ക് ചെയ്യും. പിന്നെ നിങ്ങളത് മറക്കണം എന്ന് വെച്ചാൽ മറക്കത്തില്ല. ആ കയർ നിങ്ങളെ കെട്ടി വെച്ചിരിക്കുക അകത്ത്. അതിന് പറഞ്ഞ പേരാണ് പ്രവാചക ഭാഷ ബന്ധനം. പക, വിദ്വേഷം, കയ്പ്, ജാരശങ്ക, അതൊരു കയറാണ്, കെട്ടി വെച്ചിരിക്കുക. അതൊരു തുടക്കം ചെറുതായിരുന്നു. ആ തുടക്കത്തിലെ മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. അത് പിന്നെ പെല്ലെ ഡെവലപ്പായി അതൊരു വലിയ കയറായിട്ട് മാറി. നമ്മൾ മറന്നാലും നമ്മളെ മറക്കത്തില്ല. അത് കൂടെ നമ്മളെ ടോൺ ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള മാർഗമായി ഇപ്പൊ ഇവിടെ പരിശുദ്ധാത്മാ കർത്താവ് പറയാണ്, നീ എന്ത് ചെയ്തു? നിനക്ക് വിഷമമുള്ള ശത്രുവെന്ന് നിനക്ക് തോന്നുന്ന വ്യക്തിയെ നീ ഒന്ന് ബ്ലസ് ചെയ്ത്. അന്നേരം ജഡം പറയും, എങ്ങനെ ചെയ്യും? എന്നെ ഉത്തര ദോഷം പറഞ്ഞ വ്യക്തി ഞാൻ എങ്ങനെ ബ്ലസ് ചെയ്യും എന്ന് പറഞ്ഞ ആൾക്കാർ കയറുകൊണ്ടാ. ചെറുത്താൻ പറയാ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഒരിക്കലും ഞാനൊരു സഭയിൽ പോയതല്ല, അവിടെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചതല്ല. എന്നെ അവിടെ പാസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത. എല്ലാം പറയാനൊക്കത്തില്ല, ഹൈഡ് ചെയ്തേ പറയാനൊക്കത്തുള്ളൂ. പ്രൈസല്ലോ. അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഒരു പാസ്റ്റർ അവിടെ ഇരുന്നു. ആ സഭ മെയിനായിട്ട് 2 കുടുംബമാണ്. നല്ല കുടുംബം, പഴയ കുടുംബം, കുക്സായ്പ് വന്ന് ആരംഭിച്ച പണ്ടത്തെ ചർച്ചാണ്. പ്രൈസല്ലോ. ഈ 2 കുടുംബം നല്ല അനുഗ്രഹീത 2 കുടുംബമാണ്. പാസ്റ്റർ എന്ത് ചെയ്തു? ഒരു കുടുംബത്തിൻ്റെ കൂടി മറ്റേ കുടുംബമായിട്ട് വിദ്വേഷമായി അത് 1 വർഷം ഈ പാസ്റ്റർ കൊണ്ട് നടന്നു. അതിനർത്ഥം എന്ത് ചെയ്തു? ആ ഒരു കുടുംബം അതുകൊണ്ട് സഭയ്ക്കകത്ത് കയറത്തില്ല.
കേറിയാൽ പാസ് ശാപത്തിന്റെ പ്രസംഗം. എന്തോ ചെയ്യും കടവളെ? അപ്പൊ സങ്കീർത്തനം വായന കഴിഞ്ഞിട്ട് ഇവർ കയറത്തുള്ളൂ. കേറിയില്ല പിന്നെ മുടക്കുമല്ലോ. അതുകൊണ്ട് മുടക്കാനും പാടില്ല. അതുകൊണ്ട് സങ്കീർത്തന വായന കഴിയും കയറും, പിന്നെ അടുത്ത പ്രസംഗത്തിന് മുമ്പ് ഇറങ്ങിപ്പോവും. എന്തുകൊണ്ട്? അല്ല പിന്നെ ശാപം ഇടിവെട്ടി പ്രസംഗിക്കും. മനസ്സിലായല്ലോ? അങ്ങനെ ഈ സഹോദരന്മാർ 1 വർഷം കൊണ്ട് നടന്നു. ഓക്കെ റൈറ്റ്. ഇത് നാമ്പിലെ നുള്ളിക്കരണ്ട കേസാണ്, ചെറിയ വിഷയമാ. ഇതിപ്പോ പൊങ്ങി 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 അങ്ങ് പെരുത്തങ്ങ് ക്യാൻസറായി മക്കൾത്തായി. ഓക്കെ റൈറ്റ്. അവസാനം ഞാൻ അങ്ങോട്ട് എനിക്ക് അവിടെ ട്രാൻസ്ഫർ കിട്ടും. 1 വർഷം 2 ഗ്രൂപ്പാണ്. എന്തോ ചെയ്യും. അവസാനം കേന്ദ്രത്തിൽ എന്നെ അങ്ങോട്ട് വിട്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇനി അതിന് മുമ്പ് നടന്ന സംഭവമൊക്കെ ഭയങ്കരമുണ്ട്. അതൊക്കെ എനിക്കോട് പറയാം. പിള്ളേരൊക്കെ കേട്ടാൽ നാണം കേട് വരും. എങ്കിലും 1 വേർഡ് പറയാം, ഹൗ ഡേഞ്ചർ ഇറ്റ് ഈസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ പാസ്റ്റ് 3 വർഷത്തെ ശുശ്രൂഷ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുക. റോഡിൻ്റെ സൈഡ് ഒരു ജംഗ്ഷൻ തൊട്ടടുത്ത് ഓർത്തഡോക്സുകാർ ഹിന്ദുക്കളുടെ ഒരു വലിയ ജംഗ്ഷൻ, ചർച്ച നിന്നാൽ കാണാവുന്ന ജംഗ്ഷൻ, അവിടെ പ്രൈസ്തല്ലോ ഈ പാസ്റ്റ് 3 വർഷത്തെ ശുശ്രൂഷ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ചേരിയിലെ ഒരു സഹോദരൻ ഈ റോഡിൻ്റെ സൈഡിൽ ഈ ചർച്ച്, അതിൻ്റെ തൊട്ട് എതിർവശത്ത് ഒരു മാലപ്പടക്കം തയ്യാറാക്കി വെച്ചിരുന്നു. ഒരു 100 പടക്കം. പാസ്റ്റർ 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തോട്ട് കാല് ചവിട്ടി അവിടെ മാലപ്പടക്കം ഓൺ. പടപട. നാട്ടുകാരും ദേശക്കാരും മുഴുവനും കുട്ടികൾ. എവിടെ? ചെറിയ തുടക്കം. ഡെവലപ്പായി നാട് മുഴുവൻ ഘോഷിച്ചു. ശത്രു നിർത്താണ്ട് ഇവിടേക്ക് ചെന്ന് കയറുന്നു. നിങ്ങളിതൊന്ന് ഇമാജിൻ ചെയ്യും. എങ്ങനെയുണ്ട് ഈ സഭ? അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തീക്കുണ്ടത്ത് ഞാൻ ചെന്നപ്പെട്ടു. കീരിയും പാമ്പും പോലെ 2 ചെടി. ഇവർ ഉയിര് പോയാൽ അടുക്കത്തില്ല. 6 മാസം എടുത്തു. നമ്മൾ ആത്മാവിന് വേണ്ട എല്ലാ പോരാട്ടവും ഉപവാസവും ജാഗരണവും ശാസനയും പത്സനവും ഒന്നും ഏൽക്കുന്നില്ല. അതുപോലെ ഇവരെ വെറുത്തു. 1 വർഷത്തെ പിളർപ്പ. അവസാനം ചർച്ചക്കിരുത്തി. ഞാൻ പറഞ്ഞു, ഇതിന് അങ്ങോട്ട് കൊണ്ട് ക്ഷമയോച്ചല്ല, ഞാൻ ഉപവാസം നേടിയേക്കത്തില്ല. ഞാനും ആത്മാവിനൊരു യുദ്ധം അങ്ങ് പ്രഖ്യാപിച്ച ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, സഹോദര നീ കൂട്ടുസഹോദരനെ പറ്റി പറയണ്ട, നീ എന്നിൽ വന്നതങ്ങ് ക്ഷമ ചോദിക്കുക. അന്നേരം പിന്നെ അവിടുന്ന് വരും. അല്ല ആ സഹോദരനെ കർത്താവ് നോക്കുക, നീ ഒന്ന് ക്ഷമ ചോദിക്കാം. ആ നിവൃത്തിയില്ല, പറ്റുന്നില്ല. കാരണം അത്രമാത്രം കയറിട്ട് കെട്ടിവെച്ച് കപ്പിച്ചായ എങ്ങനെ മറക്കുമെന്നാ. അവസാനം നമ്മൾ ഒട്ടും പുറകോട്ട് പോകാൻ പരിശുദ്ധാത്മാ പറഞ്ഞു ഇടിച്ച് നിൽക്കാൻ പറഞ്ഞു. ഇടിച്ച് നിന്ന് ആത്മാവിൽ വെട്ടി വചനം കൊണ്ട് പ്രൈസ് ദി ലോർഡ്. സഹോദര ക്ഷമയാക്കാൻ പറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ അധികാരം പറ്റി പറഞ്ഞു. എല്ലാത്തിനെയും പിടിച്ചിട്ട് ക്ഷമ ചോദിപ്പിച്ചു. പിന്നെ മറിച്ച് ഇങ്ങോട്ട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയെപ്പിച്ച് കെട്ടിപ്പിടിപ്പിച്ചു. കത്തുമേച്ച ഫിനിഷ്. അടുത്ത 6 മാസം കൊണ്ട് 6 കൺവെൻഷൻ നടത്തി. ചില പുതിയ ആത്മാക്കളെ പിടിച്ചെടുത്തു. പിന്നെ ഞാൻ വടക്കേണ്ടിക്ക് പോയി. ചിലപ്പം എല്ലാം നൊടിഞ്ഞ് ഡിസ്ലൊക്കേഷൻ ചെയ്ത കുറച്ച് പെയിൻ വരും. പിടിച്ചെന്നിട്ട് ഒരു അയ്യോ എന്നൊക്കെ വിളിക്കും. കുഴപ്പമില്ല, പിടിച്ചിടിക്കണം. ചില രംഗത്ത് വന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലുള്ള സ്റ്റേജൊക്കെ ശുശ്രൂഷ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, ഇപ്പം എന്തായി പറഞ്ഞെന്ന് മനസ്സിലായി. ഒരു ചെറിയ തുടക്കം. എൻ്റെ പോയിന്റ് ഇതല്ലായിരുന്നു. അപ്പം ഇവിടെ ഞാൻ പിന്നെ ഈ സഭയോട് ചെന്ന് ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് മറ്റേ ആശാൻ അടുത്ത ഒരു സഭയിലുണ്ട്. ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് സ്പൈ ചെയ്യും. ഇവിടെ എങ്ങനെ ഉണ്ട്, ഞാൻ പൊട്ടിച്ചിട്ടത് അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് സ്പൈ ചെയ്യാൻ വന്നപ്പോൾ ഒരിക്കൽ എന്നെ കണ്ടാൽ പറയാം, പാസ്റ്ററെ ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ ആ കുടുംബക്കാരോട് ക്ഷമിക്കത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി? എന്തുവായി പറയുന്നത്? ഒരു പാസ്റ്റർ പറയുക, ഒരു അഭിഷിക്തൻ പറയുക. ഹൗ ഡേഞ്ചർ ഇറ്റ് ഈസ്. ജാതി പറയുമോ, ലോകമോക്ഷം പറയുമോ? എന്നോട് പറഞ്ഞ വാചകമാണ്. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ചെറിയ ഇരുട്ടിനെ നമ്മൾ വെൽക്കം ചെയ്തു. അത് വെൽക്കം ചെയ്ത് അത് പിന്നെ ആദ്യം ദുഃഖം, വേദന, പക, വിദ്വേഷം, അത് പിന്നെ കാലിയായിട്ട് കൊണ്ട് മാറി ഉയിര് പോയാലും ലാസ്റ്റ് പറയാം, സ്വർഗത്തിൽ പോയില്ലെന്ന് സാരമില്ല, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ആര് പറയും? എങ്ങനെ പറയണം? നിരീശ്വരവാദി പറയോ ഈ വാചകം? അതിനർത്ഥം ഹൃദയം അത്രമാത്രം എന്ത് ചെയ്തു? വജ്രമായി പോയി.
അപ്പൊ മനസ്സിലായല്ലോ. പിന്നെ പാസ്റ്ററുടെ കുടുംബത്തിൽ വന്നോന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അത് പിന്നെ വേറെ സ്റ്റോറിയാണ്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും വേണം ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പിൽ നിൽക്കുവാൻ. പരിശുദ്ധന്റെ മുമ്പിലാണ് നമ്മൾക്കിന്ന്. നമ്മൾ പരിശുദ്ധനുമായിട്ടാണ് ഡീലിംഗ് ഉള്ളത്. ഇവിടെ നമുക്ക് കളിക്കാനൊക്കത്തില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇഷ്ടം പോലും നമ്മുടെ ജഡത്തിൽ വരുന്ന പോലും നടക്കത്തില്ല. എല്ലാം കർത്താവിന്റെ ആ വ്യവസ്ഥയിൽ പൊക്കോണം. അല്ലെന്നുണ്ടെങ്കിൽ എന്തുവരും? ചെറിയത് വലുതായി പോവും. അതുകൊണ്ട് ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒരു ചെറിയ നീരസം ഉണ്ടെങ്കിൽ അത് അവിടെ എന്ത് ചെയ്തോണം പറഞ്ഞ് കളയിൽ ചുമ്മാ കളഞ്ഞാലും പോകത്തില്ല. അതായത് വേറെ രസം. ഇത് അതിനുള്ള ട്രീറ്റ്മെന്റ് അടുത്ത് മുമ്പോട്ട് കയറി വരിക. അത് ക്രൂസിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. അവന്റെ മരണം നമ്മൾ കൺഫസ് ചെയ്ത് അവന്റെ ലോഡ്ഷിപ്പ് ആ പകയുടെ ഏരിയ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ആ ഭാഗത്തേക്ക് നമ്മൾ വരും ഇനി വചനത്തിൽ കൂടെ. ഹല്ലേലൂയ. അപ്പോഴേ ആ പേര് പറഞ്ഞു പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എത്ര സഭകളിലാണ് പകയും വിദ്വേഷവും ശങ്കയും, കുടുംബങ്ങളിൽ പ്രശ്നം, സഭകളിൽ പ്രശ്നം. എന്തവാ? പ്രസംഗത്തിൽ ഒരു കുറവുമില്ല, അന്യഭാഷയ്ക്ക് ഒരു കുറവുമില്ല, കർത്തൃമേശയ്ക്ക് ഒരു കുറവുമില്ല. ഇതെല്ലാം ബന്ധനം ഉണ്ടാക്കിയാണ് സഭയ്ക്കകത്ത്. അന്നേരം അത് ബന്ധനം മുറുകത്തേ ഉള്ളൂ. മക്കളെ കുടിയാം, ഫോളോ മീ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് മനസ്സിലായി? ആ വിഷയത്തിലേക്ക് ഒന്ന് വന്നോട്ട്. ഇനി ഒന്നുകൂടെ പിന്നെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ എന്താണ് വായിച്ചത്? 1:18 തൊട്ട് പിന്നെ ഫർദർ 4 വാക്യം എന്താ പറയുന്നത്? സ്തോത്രം. എന്താ പറയുന്നത്? കർത്താവിന്റെ റെവലേഷൻ ഈ ഓസം ക്രിയേഷൻ കൂടെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് കർത്താവിനെ അഡ്മിറ്റ് ചെയ്ത് ഓണർ ചെയ്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട് കാണിച്ചോണം. ഇല്ലെങ്കിൽ എപ്പോൾ കർത്താവ് ഇടപെടുമ്പോഴും അതിനനുസരിച്ച് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്ത് ഓണർ ചെയ്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട് കാണിച്ചോണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടേക്ക് ഇരുട്ട് ഓക്യുപ്പൈ ചെയ്യും. ഓക്യുപ്പൈ ചെയ്താൽ പിന്നെ നമ്മുടെ അകത്ത് എന്ത് വരും? വിദ്വേഷം. ഈവൻ കർത്താവിനോട് പോലും എങ്ങനെ വിദ്വേഷം? സംശയം, കുറ്റം. കർത്താവിനെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കും, ചർച്ചിൽ പോകുന്നു, ഒന്നും നടക്കുന്നില്ല, എന്തോ പരിപാടിയാ, ഇതൊക്കെ അങ്ങ് തോന്നുവാ. പിന്നെ മറ്റോ തോന്നിക്കുന്ന സ്വത്രം മനസ്സിലായിട്ടുണ്ടോ? അമ്മ എന്ത് ചെയ്തോണം? പ്രൈസലോ. കർത്താവ് എപ്പോഴൊക്കെ ഇടപെടുമോ അപ്പോഴൊക്കെ യെസ് ലോർഡ്, ഐ ആം റെഡി, വെൽക്കം, സ്പീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ മതി. അന്നേരം കർത്താവ് പിന്നെ സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, അമ്മ അവരതിന് തയ്യാറായില്ല, അവരുടെ ഹൃദയം ഇരുണ്ടു പോയി. പിന്നെ അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ മഹത്വത്തെ നാൽക്കാലി, ഇഴജാതി ഇതിനോടൊക്കെ കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി? പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ 2 പ്രാവശ്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലോർഡ് ഹാസ് ഗിവൻ ദം അപ്പ്, ഗേവ് ദം അപ്പ് എന്നൊരു വളരെ ഡേഞ്ചർ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്? സ്തോത്രം. 24, 26, 28 കൊടുത്തിട്ടുണ്ട്. ഗോഡ് ഹാസ് ഗേവ് ദം അപ്പ്, ഗിവൻ ദം അപ്പ്. കണ്ടോ ആ വാചകം? അതിനർത്ഥം എന്താ അതിനർത്ഥം? എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അല്പം വെളിച്ചമുള്ളതോടെ അങ്ങ് വിഡ്രോ ചെയ്തെന്ന്. വിഡ്രോ ചെയ്തപ്പോ എന്ത് ചെയ്തു? 100% ഇരുട്ട് കയറി അങ്ങ് ഡോമിനേറ്റ് ചെയ്തു. ഡോമിനേറ്റ് ചെയ്തപ്പോൾ മനുഷ്യനുണ്ടായ വലിയ ട്രാജഡി അവിടെ പറയുന്നത്. ഒന്നാമത്തെ ട്രാജഡി, their flesh become completely slave to the immorality, lust. അതിലൂടെ ഓപ്പൺ വായിക്കാൻ പോലും ലജ്ജിക്കുന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 24 തൊട്ട് താഴോട്ട് 2-3-4 വാക്യം എഴുതിയിരിക്കുന്നത്. അവരുടെ ചേട്ടം ലാസ്റ്റിന്റെ പുറകെ മാറി. എന്തുകൊണ്ടാ? കർത്താവിന്റെ വെളിച്ചം, കർത്താവ് അങ്ങോട്ട് വിട്ടു, ഉടനെ ഫുൾ സെൽസ് ഇരുട്ട് വന്ന് കയറി. പിന്നെ അവന്റെ ജഡത്തിന്റെ മേൽ അവൻ എന്തില്ല? ചിൽഡ്രൻ, നോ കൺട്രോൾ ഓവർ ദ ബോഡി ആൻഡ് ഫ്ലഷ്, 5 സെൻസസ്. ഓക്കെ, റൈറ്റ്. പിന്നെ രണ്ടാമതൊരു തകർച്ച ഉണ്ടായി. അതാ 28-ാം വാക്യം. എന്താ വായിച്ചേ? ആ 28-ാം വാക്യം ഒന്ന് വായിച്ചു.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. അതോ ഇഷ്ടമില്ലാത്തതാക്കണം. എങ്ങനെ? ദൈവത്തെ പരിജ്ഞാനം, നമ്മുടെ ദൈവിക പരിജ്ഞാനം എവിടുന്ന് കിട്ടും? ഒന്നും ലോകത്തിലെ ഈ പ്രകൃതി എന്ന ഇതിൽ കൂടെ പരിജ്ഞാനം പ്രാപിച്ചോണം. അത് കുറച്ചെങ്കിലും ഒരു വെളിപ്പാട് കിട്ടിയാൽ ബാക്കി കർത്താവേ ഇതിന്റെ പുറകിൽ ഒരു മഹാൻ ഉണ്ട് എന്ന ഒന്ന് അഡ്മിറ്റ് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്ത് ഒന്ന് താങ്ക്ഫുൾ ഹാർട്ട് കാണിച്ചാൽ ബാക്കി കർത്താവ് ഇടപെടും. അതിന് തയ്യാറല്ലെങ്കിൽ, 2, വിശ്വാസിയോട് പറയാണ്, ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ കൂടെ നമ്മളെ തന്നെ നമ്മുടെ ലൈഫ് എക്വിപ്പ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ വായിച്ചു. ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്തോ ബുദ്ധിയാ? മൈൻഡ് കണ്ടാമിനേറ്റഡ് ആകാൻ കർത്താവ് അനുവദിച്ചു. നികൃഷ്ട ബുദ്ധി. പിള്ളേരെ പറഞ്ഞ എന്താ മക്കളെ? ബുദ്ധി മീൻസ് മൈൻഡ്. പിള്ളേരെ ഇംഗ്ലീഷ് വായിച്ചേ, റീഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് 28. And even as they did not like to retain God in their knowledge, God gave them over to a debased mind to debased mind. Why? They were not ready to get the God's wisdom by knowing the word of God, by the revelation of the universe. They are not ready. So what happened? God gave them up. So their mind become totally darkened. പിന്നെ അവിടെ എഴുതിയൊക്കെയാണ് their mind become debased mind. Mind means ബുദ്ധി. ഹല്ലേലൂയ. ആദ്യം ഫ്ലഷ് ലസ്റ്റായി, 2 മൈൻഡ് കണ്ടാമിനേറ്റഡായി. ഞാൻ താഴോട്ട് വായിച്ചു 4 വാക്യം, വായിക്കാൻ സമയമില്ലെങ്കിലും ഒന്ന് ഓടിച്ചു വായിച്ചു. അന്നേരം പിന്നെ ഈ മൈൻഡിനകത്ത് എന്തെല്ലാം വിഷം വരുന്നുണ്ടെന്ന് വായിച്ചു, ഓടിച്ചു വായിച്ചു. കണ്ടോ? സകല നീതിയും, ഇതെല്ലാം മൈൻഡിലെ പ്രോബ്ലമാണ്. സകല നീതിയും സകല ദുഷ്ടതയും അത്യാഗ്രഹവും എത്ര കിട്ടിയാലും പോരട്ടെ. പിന്നെ ദുർബുദ്ധി, അസൂയ, ഇതെല്ലാം മനസ്സിലാ. പിന്നെ അടുത്തത് തിന്നി. പിന്നെ ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. മനസ്സിലായോ ഇല്ലയോ? ഇതെല്ലാം എവിടെ വരുന്നു? മൈൻഡിൽ വരുന്നു. എന്തുകൊണ്ട് വരുന്നു? കർത്താവിന്റെ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ തങ്ങളുടെ ലൈഫ് എന്ത് ചെയ്തില്ല? റിന്യൂ ചെയ്തില്ല, എഡിഫൈ ചെയ്തില്ല. കർത്താവിന്റെ ശബ്ദം കേൾക്കാനോ റെസ്പെക്ട് ചെയ്യാനോ ഓണർ ചെയ്യാനോ തയ്യാറല്ല. സോ ദാറ്റ് വാട്ട് ഹാപ്പൻ? ഗോഡ് ഹാസ് ഗിവൺ ദം അപ്പ് സോ ദാറ്റ് ഹാർഡ് ഹാർട്ട്, അവരുടെ മൈൻഡ് എന്തായി? കണ്ടാമിനേറ്റഡ് ആയി. സമയമായില്ലേ പാസ്റ്ററെ? സമയമായിപ്പോയില്ലേ? 10 മിനിറ്റ് കൊണ്ട് പ്രൈസ്. പക്ഷേ ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്തേക്ക് കയറിയ മുട്ടേക്കാം. അപ്പൊ ശരി, അപ്പൊ മനസ്സിലായല്ലോ, ബോഡി ശരിയല്ല, മൈൻഡ് ശരിയല്ല. ഇനി ഈ ഏരിയ ട്രീറ്റ് ചെയ്യാനാണ് ലോകത്തിലെ മുഴുവൻ മതങ്ങളും ബുദ്ധിജീവികളും സാൻമാർഗികളും ടീച്ചേഴ്സും മുഴുവൻ ഉപദേശങ്ങളും ഉപദേഷ്ടാക്കന്മാർ ഭൂമിയിലുള്ളത് മുഴുവൻ ഈ മനുഷ്യൻ്റെ മനസ്സൊന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി കൗൺസിലേഴ്സ്, പിന്നെ സൈക്കോളജിസ്റ്റ്, അവനെ നന്നാക്കാൻ, ഇവനെ ഡിപ്രഷൻ മാറ്റാൻ, അതങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി ശരിയായിക്കോളൂ. ഇങ്ങനെ ഒത്തിരി ബുദ്ധി ഉപദേശക്കാരുണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് 2-ാം അധ്യായം പറഞ്ഞത്. എന്നിട്ട് ഈ 2-ാം അധ്യായത്തിലെ ചിന്താവിഷയമാണ് ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇവൻ്റെ ജഡവും മനസ്സും ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ലോകത്തിൽ ഒത്തിരി മതങ്ങൾ തുടങ്ങി, ഒത്തിരി ടീച്ചേഴ്സ് തുടങ്ങി, ഒത്തിരി സൈക്കോളജിസ്റ്റ് വന്നു, ഒത്തിരി മനഃശാസ്ത്രജ്ഞർ വന്നു, എല്ലാം വന്നു. ലാസ്റ്റ് അവിടെ 2-ാം അധ്യായത്തിൽ പറയുക, നീയും പോക്കാ കേൾക്കുന്നവനും പോക്കാന്ന് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനും ഗുണമില്ല, നീ പറയുന്ന നിന്നിൽ അതിനേക്കാൾ വിഷമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരുത്തനെ രക്ഷിക്കാൻ വയ്യാതെ കുരുടനെ വഴി കാണിക്കുന്നു എന്നർത്ഥം. ഇനി 3:9 വന്നു. നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുമെന്ന് മുമ്പേ തെളിയിച്ചു. അമ്മ ഇതുവരെ എന്താ തെളിയിച്ചു? ലോകത്തിലുള്ള യഹൂദനും പാപത്തിന്റെ പടുകുഴിയിൽ, ജെന്റൈൽസും പാപത്തിന്റെ പടുകുഴി എന്ന് തെളിയിച്ചു. ഇതുവരെ അതാ തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇനിയും 3:10 തൊട്ട് 18 വരെ ഒരു ഡോക്ടർ അടുത്തൊരു പേഷ്യന്റ് വന്നാൽ ഡോക്ടർ സാധാരണ ഈ വ്യക്തിയെ ഒന്ന് സ്കാൻ ചെയ്യും. എങ്ങനെ? ഒന്ന് ബ്ലഡ് ടെസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, പല ടെസ്റ്റ്. അതിനു മുമ്പ് ഡോക്ടർ എന്ത് ചെയ്യും?
ടോർച്ച് അടിച്ച്, ഇവിടുത്തെ ഡോക്ടേഴ്സ് എനിക്കറിയത്തില്ല, നമ്മുടെ ഇന്ത്യയിലെ ഡോക്ടേഴ്സ് അങ്ങനെ ടോർച്ച് അടിച്ച് വാത് തുറന്ന് നോക്കിപ്പിക്കും, ഇവിടൊക്കെ ഒന്ന് നോക്കും, ഇവിടൊക്കെ ഒന്ന് തപ്പിപ്പിടിക്കും, ഇവിടൊക്കെ ഇങ്ങനെ തപ്പി, എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ ക്യാൻസറസിൻ്റെ വല്ല ഗ്രോത്ത് ഉണ്ടോ നോക്കിയാൽ തപ്പുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തിലേക്ക് വന്നപ്പോൾ തമ്പുരാൻ ഇവൻ്റെ അവയവങ്ങളെ മുഴുവനൊന്ന് സ്കാനിങ് ചെയ്യുക. എന്നിട്ട് 3:10 തൊട്ട് 18 വരെ പറയാം, ഇവൻ്റെ വാ ശരിയല്ല, തൊണ്ട മുഴുവൻ വിഷം ചീറ്റുന്ന തൊണ്ടയാണ്, ഇവൻ്റെ നാവ് ശരിയല്ല, ഇവൻ്റെ നാവ് കൊണ്ട് വാ കൊണ്ട് പറഞ്ഞാൽ വേറൊരുത്തനെ മുറിപ്പെടുത്തും, പിന്നെ ഇവൻ്റെ കൈ ശരിയല്ല, ഇവൻ്റെ കണ്ണ് ശരിയല്ല, ഇവൻ്റെ കാല് ശരിയല്ല, രക്തം ചീറ്റാൻ ഓടുന്ന കാലാണ്. അങ്ങനെ ഇവൻ്റെ അവയവങ്ങളിൽ മുഴുവൻ പാപം നിറഞ്ഞിരിക്കുന്നു. ഇതാണ് പറയുന്നത്. ഇത് പറഞ്ഞ ശേഷം 3:23 വരുമ്പം പറയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടപ്പെട്ടു. എന്താ മനസ്സിലായി? മനുഷ്യന്റെ ഏറ്റവും പരിതാപം പിടിച്ച പാപത്താൽ മലിനപ്പെട്ട അവന്റെ ഹൃദയവും മനസ്സും ജീവിതം മുഴുവൻ ഒരു പൊള്യൂട്ടഡായ ഒരു മനുഷ്യ കോലത്തെയാണ് പരിശുദ്ധാത്മാവ് ഇത്രയും ചിത്രീകരിച്ചത്. ഇത് ഒരു നിഴലായിട്ടൂടെ പരിശുദ്ധ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അതിപ്പം പറയാൻ സമയമില്ല, പോട്ടെ. ഇത് ശരി. അപ്പം ഇങ്ങനെയുള്ള ഈ വ്യക്തിയെ എന്ത് ചെയ്തു? ഈ ചിത്രം ദാവീദ് രാജാവിൻ്റെ ഭാഷയെ പറഞ്ഞ 40-ാം സങ്കീർത്തനത്തിലുണ്ട്. എന്തെന്നറിയാമോ? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിന് അവൻ എന്നെ കയറ്റി. കണ്ടില്ലേ? അത് പറഞ്ഞാൽ ഒരുവന്റെ പാപത്താൽ മലിനപ്പെട്ട ഒരുവന്റെ ചിത്രം ആ പരിശുദ്ധാത്മാവ് BC പറയുക. എന്താ പറയുന്നത്? ഞാൻ നാശകരമായ കുഴിയിലും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അല്ല, മനസ്സിലായോ? മനസ്സിലായില്ല? പറയാം. അതൊന്നും നിങ്ങൾക്കതും അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. സപ്പോസ് ഒരു 25 അടിയുള്ള ഒരു കിണർ ഭാവനെ കാണും. അതിന് കയറാനോ ഇറങ്ങാനോ സ്റ്റെപ്സും ഇല്ല, അരിഞ്ഞാണോ ഇല്ല, അതും ഭാവനെ കാണും. ഒരുത്തൻ അതിനകത്തൊരു 5 അടി ചെയറുണ്ട്. ഒരു ടൗണിലെ സിറ്റിയിലെ ഏതെല്ലാം ചെയറുണ്ടോ, ഡേർട്ടി വാട്ടർ ഉണ്ടോ, അതെല്ലാം അതിനകത്തുണ്ട്. ഒന്ന് ഇമാജിൻ കാണുക. അതിനകത്ത് നമ്മൾ പെട്ടു. ഒന്ന് ഭാവനെ കാണുക. നിങ്ങൾ ഭയങ്കര PhD സ്കോളറാണ്, അതും ഭാവനെ കാണുക. നിങ്ങൾ ഭയങ്കര ജിം ബോഡിയാണ്, അതും ഒന്ന് ഭാവനെ കാണുക. നിങ്ങൾ അതിനകത്ത് പെട്ടു. അതിനകത്ത് നിന്ന് മക്കളെ പുറത്ത് വരാൻ എത്ര ടൈം വേണം? Did you understand? You didn't understand. A deep well, 25 feet depth, approximate. No steps for going down or upward. Inside, maybe up to this level, the dirtiest water and mud inside. Okay? You have fallen there. You are such a brainy person, so scholar person, and a gym body man. You have fallen over there. How long time you need to come out? You cannot. Is it correct? ഇപ്പം മനസ്സിലായല്ലോ. യേശു ഇല്ലാത്ത ഒരുത്തൻ അവൻ പെട്ടിരിക്കുന്ന ട്രാപ്പിന്റെ ഡെപ്ത് പരിശുദ്ധാത്മാവ് പറയുക. അതാണ് ഇപ്പം നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് കണ്ടോണ്ടിരിക്കുന്നത്. How dangerous pit we are without the help of Lord's cross. Nobody can come out from their dangerous, pitiful situation. ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നത്. പിന്നെ അവിടെ കിടന്ന് അവൻ എന്തോ ചെയ്യണം? പറ. ഒന്ന് പുറത്ത് വരണമെന്നുണ്ട്. എന്ത് ചെയ്യണം? അയ്യോ എന്ന് പറഞ്ഞ് വാ കീറണം, ഉള്ള തൊണ്ട കീറി നിലവിളിക്കണം. അന്നേരം എന്ത് ചെയ്യും? സപ്പോസ് ആരെങ്കിലും പരിസരത്തൂടെ വരുന്നെങ്കിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ നിങ്ങളുടെ എന്ത് ചെയ്യും? വന്ന് നോക്കുമ്പോൾ ഒരുത്തൻ കിടന്ന് വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്താഴുക. ഉടനെ എന്ത് ചെയ്യും? അവൻ ഇറങ്ങിയാൽ അവനും പെട്ടത് തന്നെ. അവനൊരു കയർ ഇങ്ങോട്ട് കെട്ടിത്തൂക്കും. എന്നിട്ട് പറയും, നിൻ്റെ ശരീരത്തിലോട്ട് ശരിക്കൊന്ന് ടൈ ചെയ്യാറുണ്ട്. എന്നിട്ട് 1-2 പേര് കൂടി വലിച്ചു പൊക്കും. ഇങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ? ഓക്കെ, റൈറ്റ്. ഇതാണ് യേശുവില്ലാത്ത പാപത്തിൽപ്പെട്ട ഒരുത്തൻ്റെ ചിത്രമാണ് ഹോളി സ്പിരിറ്റ് പറയുന്നത്. ഈ രംഗത്ത് നമ്മുടെ കർത്താവ് കയറിട്ടില്ല,
കർത്താവ് സ്വർഗത്തിന്റെ ഉയരത്തിൽ നിന്ന് he came down up to the lowest level wherever we have fallen. വന്ന് നമ്മളെ പൊക്കിയെടുത്തു. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഇതാണ് ക്രൂസിലെ സാൽവേഷൻ. ഇങ്ങനെ സാൽവേഷൻ പെട്ടിപ്പം 5 വർഷമായി, നല്ല കാശായി, പൈസയായി, UK ആയി, പഠിത്തമായി. ഇതൊക്കെ എൻ്റെ സ്മാർട്ട്നെസ് കൊണ്ട് വന്നെന്ന് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ പറഞ്ഞാലും മനസ്സിലായി. അകത്തോട്ട് കയറുന്നുണ്ടോ ഈ വചനം? കയറുന്നുണ്ടോ? ഞാൻ നല്ലവണ്ണം പെർഫോം ചെയ്തുകൊണ്ട് ഇവിടെ വന്നു, ഞാൻ നല്ല ഇതുകൊണ്ടായി പറയാൻ വല്ലതും ഉണ്ടോ? എല്ലാം എന്തേ ഉള്ളൂ? കർത്താവിന്റെ കൃപ. ഹല്ലേലൂയ. എല്ലാ ദിവസവും അവന്റെ കൃപയിൽ നിൽക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്വാദ്. മേ ഗോഡ് ബ്ലസ് യു. അനുഗ്രഹീതമായ ദൈവിക വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവിക വചനങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്കായി ഇറങ്ങി നാശകരമായ കുടിയിലായിരുന്ന അവസ്ഥകളൊക്കെയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ പകൽക്കാലം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ദൈവിക വചനങ്ങൾ ആത്മാവിന്റെ ശക്തിയിൽ ആ വചനത്തിന് മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന അവസ്ഥ അങ്ങ് അറിയുന്ന കർത്താവേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്.